നമ്മൾ വിജിലന്റ് ആയിട്ട് നമ്മുടെ ലൈഫിനെ കൊണ്ടുവരേണ്ട ഒരു പ്രത്യേകിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തികളിൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ വളരെയധികം ശ്രദ്ധാപൂർവം നീങ്ങേണ്ട സമയമൊക്കെയാണ്. പ്രത്യേകിച്ച് ന്യൂ ഇയർ ആണ്, ഇഷ്ടം പോലെ മലയാളി അസോസിയേഷൻ പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ചൊക്കെ അതിൽ നിന്നൊക്കെ മാറിയൊക്കെ നിന്ന് എയുടെ ഒരു ലൈഫ് നയിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ദേർ ഈസ് എ സൊല്യൂഷൻ എന്ന ആ ഒരു ചാപ്റ്ററിൽ ബിൽ ഡബ്ല്യു എന്തൊക്കെയാണ് വിവക്ഷിച്ചത്, അദ്ദേഹം എന്താണ് അർത്ഥമാക്കിയത്, അതിനകത്ത് ഓരോ വാക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പൊ അതിനകത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തലിലേക്കും എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലിലേക്കുമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ABC, അതായത് ABC പറയുന്നത് തന്നെ ഒരു ആൽക്കഹോളിക്കിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു വിവരണം, അദ്ദേഹത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു ആരാണ് ആൽക്കഹോളിക് എന്നുള്ള ഒരു അദ്ദേഹത്തിന് നാമകരണം ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് വിവരിക്കുന്ന 2 ചാപ്റ്റേഴ്സ് ആണ് ദെയർ ഈസ് എ സൊല്യൂഷൻ, അതായത് ഒരു പരിഹാരമുണ്ട്, മോർ അബൌട്ട് ആൽക്കഹോളിസം, മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ. ഈ 2 ചാപ്റ്ററിലൂടെയും കടന്നു പോകുന്ന ഒരാൾക്ക് തീർച്ചയായും ഒരാൾ ആൽക്കഹോളിക് ആണോ അല്ലയോ എന്നുള്ള ഒരു നിഗമനത്തിലും തീർച്ചപ്പെടുത്തലിലും ഒക്കെ എത്താൻ കഴിയും. അപ്പൊ പിന്നീട് ദ ചാപ്റ്റർ ടു ദി അഗ്നോസ്റ്റിക്സ് അല്ലെങ്കിൽ വി അഗ്നോസ്റ്റിക് അല്ലെങ്കിൽ പേഴ്സണൽ അഡ്വഞ്ചേഴ്സ്, അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുവെച്ചാൽ ബില്ലിന്റെ കഥയാണ് അതിനെപ്പറ്റി. പേഴ്സണൽ അഡ്വഞ്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബില്ലിന്റെ കഥയിലെ അദ്ദേഹം എങ്ങനെയാണ് സുബോധാവസ്ഥയ്ക്ക് മുമ്പും അതിനുശേഷം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആൽക്കഹോളിസം കൊണ്ട് സംഭവിച്ചത് എന്ന് പറയുന്ന കഥയാണ് ബില്ലിന്റെ കഥ. അപ്പൊ ഈ ABC-യിലേക്ക് എത്തുന്ന തൊട്ടു മുമ്പുള്ള പാരഗ്രാഫില് അദ്ദേഹം നമ്മുടെ ഹിസ്റ്റോറിയൻ പറയാണ് ഈ ഡിസ്ക്രിപ്ഷനിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ ഈ 3 നിജപ്പെടുത്തലിലേക്ക് അല്ലെങ്കിൽ ഈ 3 പെർട്ടിനന്റ് ഐഡിയാസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഐഡിയാസത്തിലേക്ക് എത്താനുള്ള, ആശയത്തിലേക്ക് എത്താനുള്ള കാരണമാണ് 1 ദെയർ ഈസ് എ സൊല്യൂഷൻ, മോർ അബൌട്ട് ആൽക്കഹോളിസം, 2 വി അഗ്നോസ്റ്റിക്സ്, 3 ബില്ലിന്റെ കഥ. ഇവിടെ ഈ പേഴ്സണൽ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകാരമായ പലരും പറയാറുണ്ട് ബില്ലിന്റെ കഥ മാത്രമല്ല ബിഗ് ബുക്കിന്റെ ഏറ്റവും അവസാന ഭാഗത്തുള്ള വ്യക്തികഥകളുടെ വിവരണവും കൂടി ആണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് അവർ ആ 3 ഡിസൈൻ ചെയ്തത്. എന്താണ് ആ 3 ഡിസൈൻ നമുക്കറിയാം. ദാറ്റ് യു ആർ ആൽക്കഹോളിക് ആൻഡ് കനോട്ട് മാനേജ് യുവർ ഓൺ ലൈഫ്. പിന്നീടുള്ള ബിഗ് ബുക്കിന്റെ യഥാർത്ഥത്തിൽ പ്രിന്റിങ്ങില് ഇതിനകത്ത് ചെറിയ വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. ഈ ലൈനില് വി ആർ ആൽക്കഹോളിക് എന്നാണ് യു ആർ ആൽക്കഹോളിക് എന്നുള്ള ഡയറക്റ്റീവ് ആയിട്ടുള്ള ആ പദം മാറ്റി സജസ്റ്റീവ് ആയിട്ടുള്ള വി ചേർക്കുന്നുണ്ട് ബിൽ ഡബ്ല്യു പിന്നീട്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചാണ് ആണ് നമ്മളൊരു ആൽക്കഹോളിക് ആണ്, നമ്മുടെ ജീവിതം അനിയന്ത്രിതമായി പോയി അല്ലെങ്കിൽ വളരെ അപകട സാധ്യത നിറഞ്ഞ ഒരു സാഹസിക ജീവിതമാണ് നമ്മൾ നയിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. രണ്ടാമത് ബി, ദാറ്റ് പ്രോബബ്ലി നോ ഹ്യൂമൻ പവർ ക്യാൻ റിലീവ് യുവർ ആൽക്കഹോളിസം. അപ്പോൾ അത് നമുക്കറിയാം പിന്നീട് അവർ ആൽക്കഹോളിസം എന്ന് അദ്ദേഹം മാറ്റുന്നുണ്ട്. അതായത് ഒരു മനുഷ്യ ശക്തിക്കും നമ്മളെ മോചിപ്പിക്കാൻ സാധിച്ചില്ല. സി, ദാറ്റ് ഗോഡ് ക്യാൻ ആൻഡ് വിൽ. അപ്പൊ അതുമൊക്കെ നമുക്കറിയാം ഫുഡ് ആൻഡ് വുഡ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരുത്തുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് മാത്രമേ നമ്മളെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ആ പാരഗ്രാഫുകളിലൂടെ പറഞ്ഞത്. അടുത്ത ഭാഗം നമ്മൾ പറഞ്ഞത് ഗോഡ് ഈസ് ദ ഡയറക്ടർ. അപ്പൊ നമ്മൾ ഈ 3 ആശയത്തിലേക്ക് അല്ലെങ്കിൽ വളരെ പ്രസക്തമായ ഒരു സംഗതി നമുക്ക് മനസ്സിലായി. അതാണ് ABC. അത് നമ്മൾ പെർട്ടിനന്റ് ഐഡിയാസ് അല്ലെങ്കിൽ ആ സംഗതി പ്രസക്തമായ ആശയം നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് 3യിലേക്ക് പോവാണ്. അപ്പൊ ആ സ്റ്റെപ്പ് 3യില് അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഇലുസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു നാടക നടന്റെ കാര്യങ്ങളും സ്റ്റേജൊക്കെ എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം കൂടി വിവരിക്കുന്നില്ല. അവിടെ വെച്ചിട്ട് 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. 1, ദൈവമാണ് എൻ്റെ ഡയറക്ടർ. എൻ്റെ കാര്യനിർവഹകൻ, എൻ്റെ കാര്യങ്ങളിലെ എല്ലാ നിർവഹകൻ എന്ന് പറയുന്നത് ദൈവമാണ്. എൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഭരണകർത്താവ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ തലവൻ ദൈവമാണ്. പിന്നെ എന്നതാണ്, ഹീ ഈസ് ദ ഫാദർ. ഫാദർ എന്ന് വെച്ചാൽ
എൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ എൻ്റെ കാരണഭൂതനാണ്, ജനയിതാവ് എന്നൊക്കെ പറയും. പല അർത്ഥത്തിൽ നമുക്ക് ഏജന്റ് എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തില് നമുക്കൊരു ദൈവസങ്കല്പം ഉണ്ടാക്കിയെടുക്കുകയും അതിന് അങ്ങനെയാണ് മൂന്നാം പടിയിൽ നമ്മൾ അദ്ദേഹത്തിന് നമ്മൾ തിരിച്ചുവിടുക, 180 ഡിഗ്രിയിൽ തിരിച്ചുവിടുക എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊരു അദ്ദേഹത്തിന്റെ ഏജന്റ് മാത്രമാണ്, അതായത് ഒരു പ്രതിനിധി, അദ്ദേഹത്തിന്റെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യാപാരി, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് കച്ചവടം ചെയ്യുന്ന ഒരു കാര്യനിർവഹകൻ അല്ലെങ്കിൽ കാര്യസ്ഥൻ മാത്രമാണ് നമ്മളെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതിനുശേഷം നമ്മളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? ദൈവമേ, ഗെറ്റ് ഡൗൺ യുവർ നീസ് എന്നാണ് ഈ ബിഗ് ബുക്കിന്റെ മൾട്ടി ലിപ്ത് കോപ്പിയിൽ എഴുതിയിരിക്കുന്നത്. അതായത് മുട്ടിന്മേൽ നിന്നുകൊണ്ടാണ് ആ പ്രാർത്ഥന. സേ ടു യു നീസ് ആൻഡ് സേ ടു യുവർ മേക്കർ. അതായത് നമ്മുടെ സൃഷ്ടികർത്താവിനോട് ഞങ്ങളിൽ പലരും പറഞ്ഞു, ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എന്നെ പ്രവർത്തിപ്പിക്കുന്നതിനും എന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിനും വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വാർത്ഥത്തിന്റെ കെട്ടുപാടിൽ നിന്ന് എനിക്ക് മോചനം തരിക. അങ്ങനെയായാൽ അങ്ങയുടെ ഇംഗിതം ഞാൻ കൂടുതൽ ഭംഗിയായി നിറവേറ്റും. എന്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക. അങ്ങനെയായാൽ അങ്ങയുടെ ശക്തിയും സ്നേഹവും അങ്ങയുടെ ജീവിത മാർഗദർശനവും മൂലം എനിക്ക് സഹായിക്കാൻ കഴിയുന്നവർ ഞാൻ പ്രയാസങ്ങളുടെ മേൽ വിജയം കൈവരിക്കുന്നതിന് സാക്ഷ്യം വഹിക്കും. ഞാൻ എപ്പോഴും അങ്ങയുടെ ആഗ്രഹം നിറവേറ്റാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി, ആ പ്രയറിനേക്കാളും ഉപരിയായി മറ്റൊരു കാര്യം ബിൽഡബ്ല്യു അത് എംബസൈസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു നോൺ ഡിനോമിനേഷണൽ ഫ്രീഡം ആണ് അവിടെ. അതായത് ഒരു പ്രത്യേക സമുദായത്തിന്റെയോ ഓരോ വർഗത്തിന്റെയോ മതവിഭാഗത്തിന്റെയോ പ്രാർത്ഥനയായി നിങ്ങൾ ഇതിനെ കണക്കാക്കരുത്. റീഡർ ചിലപ്പോൾ, അല്ലെങ്കിൽ വായനക്കാരൻ ചിലപ്പോൾ ഈ പ്രയറിനെ ഈ തരത്തിലുള്ള ഒരു പ്രത്യേക സമുദായത്തിന്റെ പ്രാർത്ഥനയായോ ഏതെങ്കിലും ഒരു വർഗത്തിന്റെ പ്രാർത്ഥനയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രാർത്ഥനയായോ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടത് എന്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഇങ്ങനെ പറയുന്നത്? അതായത് കംപ്ലീറ്റ് സറണ്ടർ ടു ഗോഡ്. അത് നിങ്ങൾ ഏത് ദൈവവിശ്വാസത്തിൽ, അല്ലെങ്കിൽ ഗോഡ് ഹാസ് ബി അണ്ടർസ്റ്റുഡ് ഹിം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ നമുക്ക് 2-3 ആഴ്ചകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഏത് വിശ്വാസങ്ങളാണെങ്കിലും ഈ പ്രയർ വിത്തൗട്ട് എനി റിസർവേഷൻ, ഏതെങ്കിലും ഒരു പ്രത്യേകതയുള്ള തരംതിരിവില്ലാതെ പ്രാർത്ഥിക്കണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മേക്കപ്പ് എനി പ്രയർ യു ലൈക്ക്, ഏത് പ്രാർത്ഥനയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. He says, just so long as it reflects the essential idea of your sincere and complete surrendered God. പ്രാർത്ഥന എന്ന് പറയുന്ന ആ വാക്ക് അത് നിങ്ങൾക്ക് പുറപ്പെടുവിക്കേണ്ടത് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ദൈവത്തിലുള്ള കീഴടങ്ങലിനെ കുറിച്ചുള്ളതായിരിക്കണം എന്നുള്ള ഒരു അതുകൊണ്ടാണ് എക്സ്പ്രസ്ഡ് ഇൻ എ സജസ്റ്റഡ് പ്രയർ. ഇതൊരു സജസ്റ്റഡ്, നിർദ്ദേശിക്കുന്ന ഒരു പ്രാർത്ഥന മാത്രമാണ്. ഇതല്ല ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും ചെല്ലണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചരിത്രകാരൻ കഴിഞ്ഞ ആഴ്ച നമ്മളോട് ആ പുസ്തകത്തിലൂടെ സംസാരിച്ചു നിർത്തിയത്. അടുത്തത് നമ്മൾ പോകുന്നത് പേഴ്സണൽ ഇൻവെന്ററി ആണ്, വ്യക്തിപരമായിട്ടുള്ള ഇൻവെന്ററി. ഫ്രം ഹിയർ, ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിങ്ങനെ തന്നെ തുടർന്ന് ചെയ്യാം. ഓക്കെ. അപ്പൊ ഫ്രം ഹിയർ വിൽസൺ പോയിന്റ്സ് ഔട്ട് ദാറ്റ് ദ ഡിസിഷൻ ആൻഡ് ഇറ്റ്സ് ഹാർട്ട്ഫെൽറ്റ് എക്സ്പ്രഷൻ ഇൻ പ്രയർ. അപ്പൊ വിൽസന്റെ പോയിന്റ്സുകൾ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തണം. ഇറ്റ്സ് ഓൺലി എ ബിഗിനിങ്. അപ്പൊ തീരുമാനം എന്ന് പറയുന്നത് എന്താണ്? അതൊരു തുടക്കം മാത്രമാണ്. അപ്പോ അവിടെ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മനോഗതം, മനസ്സിലുള്ളത് ഒരു ആശയവിനിമയം നമ്മളോട് നടത്തുകയാണ്. അതായത് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിച്ചു വിടുക എന്ന് പറയുന്ന ഈ 3rd സ്റ്റെപ്പ് എന്നുള്ളത് ഒരു തീരുമാനം ആണ്, ഒരു ഉറച്ച തീരുമാനമാണ്. സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, ഡിസിഷനാണ്. ഹാവിംഗ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ 3rd സ്റ്റെപ്പ്. അപ്പൊ 3-ാം പടിയിൽ നമ്മൾ ഈ തീരുമാനം പൂർത്തിയാക്കി. ഇറ്റ് ഈസ് നൗ ടൈം ടു ലോഞ്ച് ഔട്ട് ഓൺ എ കോഴ്സ് ഓഫ് വിഗറസ് ഹോണസ്റ്റി. അടുത്തത് എന്താണ്? ഹോണസ്റ്റ്, തികഞ്ഞ ഒരു സത്യസന്ധനായിട്ടുള്ള, അല്ലെങ്കിൽ വിഗറസ് ആക്ഷൻ ആണ്. അതായത് തികഞ്ഞ സത്യസന്ധമായിട്ടുള്ള ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തിയിലേക്ക്, കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. അപ്പൊ ഒരു കൂട്ടം പ്രവൃത്തിയിലേക്ക് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഹൗസ് ക്ലീനിങ് കോൾഡ് ഫോർ ഇൻ ദ 4th സ്റ്റെപ്പ്. ഇതാണ് നമ്മൾ 4th സ്റ്റെപ്പിലെ ഹൗസ് ക്ലീനിങ്, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. എ പേഴ്സണൽ ഇൻവെന്ററി സിമിലർ ടു ദ കൊമേഴ്സ്യൽ ഇൻവെന്ററി എനി സക്സസ്ഫുള്ളി ബിസിനസ് മസ്റ്റ് റെഗുലർലി പെർഫോം. അപ്പോ ഈ വ്യക്തിപരമായിട്ടുള്ള ഈ കണക്കെടുപ്പിന് ബിൽഡബ്ല്യു ഇവിടെ ഒരു കൊമേഴ്സ്യൽ, അതായത് വ്യാപാരികൾ
അവരുടെ ബിസിനസിന്റെ സമയത്ത് നടക്കുന്ന ഇൻവെന്ററിയോട് തുലനം ചെയ്യണം. കാരണം ഒരു വ്യാപാരത്തിൽ സ്ഥിരമായ ഇൻവെന്ററിയും സ്ഥിരമായ കണക്കെടുപ്പും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന് അവന് ഡെയിലി ഇൻവെന്ററി അദ്ദേഹത്തിന് എടുക്കേണ്ടതുണ്ട്. ദോ ദ ഡിസിഷൻ ടു ടേൺ യുവർ ലൈഫ് ഓവർ ടു ഗോഡ്. അങ്ങനെയാണ് നമുക്ക് ഈ നമ്മുടെ ഡിസിഷനെ, നമ്മുടെ തീരുമാനങ്ങളെ ദൈവത്തിലേക്ക് വഴിതിരിച്ചു വിടാനും അല്ലെങ്കിൽ ദിശ മാറ്റി അല്ലെങ്കിൽ ആ വശത്തേക്ക് തിരിഞ്ഞ് ചിന്തിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുകയുള്ളൂ. ആ ഒരു തിരിവിന് അല്ലെങ്കിൽ ആ ഒരു വഴിത്തിരിവിന് നമ്മളെ സഹായിക്കുന്നത് കൂടിയാണ് നമ്മുടെ ഇൻവെന്ററി. ഈസ് എ വൈറ്റൽ ആൻഡ് ക്രൂഷ്യൽ സ്റ്റെപ്പ്. ഇറ്റ് ക്യാൻ ഹാവ് എ ലിറ്റിൽ എഫക്ട് അൺലെസ് at once followed by a strenuous effort to face and to be rid of the things in yourself which have been blocking you. Your liquor is but a symptom. Let's now get down a basic cause and condition. This is step 4. We take stock honestly. First, we search the flaws in our makeup which have caused our failure. Being convinced the self-manifested ways is that the defeat as we consider in common manifestation. അപ്പം ഇവിടെ പറയുന്ന മലയാളത്തിൽ അതിന്റെ തർജ്ജമ, അപ്പൊ ഈ 4-ാം പടി എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. ഞങ്ങളൊരു വ്യക്തിപരമായ കണ്ടെത്തൽ നടത്താൻ തുടങ്ങി. ഇത് 4-ാമത്തെ പടിയായിരുന്നു. കൃത്യമായ കണ്ടെത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് പൊളിഞ്ഞു പോകുന്നു. കണ്ടെത്തലുകൾ നടത്താത്ത ബിസിനസ് പൊളിഞ്ഞു പോകുന്നു. വാണിജ്യപരമായ ഒരു കണ്ടെത്തൽ നടത്തുക എന്ന് വെച്ചാൽ വസ്തുതകൾ കണ്ടെത്തലും വസ്തുതകളെ അഭിമുഖീകരിക്കലും എന്ന പ്രക്രിയയാണ്. വാണിജ്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ ശേഖരത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്താനുള്ള ശ്രമമാണത്. വിൽക്കാനാകാത്തതും നശിച്ചതുമായ സാധനങ്ങൾ കൃത്യമായ വിഷമം കൂടാതെ ഉപേക്ഷിക്കലാണ് ഒരു ലക്ഷ്യം. ബിസിനസിന്റെ ഉടമയ്ക്ക് വിജയിക്കണമെങ്കിൽ മൂല്യങ്ങളെ കുറിച്ച് തന്നെത്താൻ വിഡ്ഢിയാക്കപ്പെടാൻ അയാൾക്ക് കഴിയില്ല. അപ്പോ അതാണ് മലയാളത്തിൽ അതിന്റെ വിവർത്തനം. അപ്പൊ വൈറ്റൽ ആൻഡ് ക്രൂഷ്യൽ സ്റ്റെപ്പ്, അപ്പൊ തികഞ്ഞ ഏറ്റവും സുപ്രധാനമായ ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. അപ്പൊ മറ്റേ 4-ാം പടി ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പ് എന്നാണ് പറയാ. അപ്പൊ യുവർ ലിക്കർ ഈസ് എ സിംറ്റം. അതായത് നമുക്ക് ഈ ദൈവവുമായിട്ടുള്ള ഒരു ബ്ലോക്കിങ്ങിന് ഇടവന്നത് മദ്യപാനം കൊണ്ടാണ്. അപ്പൊ അതൊരു ലക്ഷണം മാത്രമാണ്. മദ്യം എന്ന് പറയുന്നത് ഒരു ലക്ഷണം മാത്രമാണ്. അപ്പോ അപ്പൊ നമുക്ക് ലക്ഷണം മാത്രം. ലെറ്റ്സ് നൗ ബേസിക് കോസസ് ആൻഡ് കണ്ടീഷൻ. അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട അതിന്റെ കാരണങ്ങളിലേക്കും കണ്ടീഷനിലേക്കും നമ്മൾ പോകണം. ദിസ് ഈസ് സ്റ്റെപ്പ് 4. ഇതാണ് 4-ാം പടി. വി ടേക്ക് സ്റ്റോക്ക് ഹോണസ്റ്റ്ലി. നമ്മൾ സത്യസന്ധമായി നമ്മുടെ സ്റ്റോക്ക് എടുത്തു നോക്കി. ഫസ്റ്റ് വി സെർച്ച് ഔട്ട് ഫ്ലോസ് ഇൻ അവർ മേക്കപ്പ് വിച്ച് ഹാവ് കോസ്ഡ് അവർ ഫെയിലിയർ. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ ഇൻവെന്ററിയിൽ എത്ര മോശപ്പെട്ട സാധനങ്ങൾ എടുക്കുന്നത് പോലെ നമുക്ക് പറ്റിയ തെറ്റുകളും കുറ്റങ്ങളും നമ്മളിവിടെ കണ്ടുപിടിക്കുകയാണ്. അതെന്താണ്? നമ്മുടെ പരാജയത്തിന് കാരണമായ കാര്യങ്ങൾ. ബീയിങ് കൺവിൻസ്ഡ് ദാറ്റ് സെൽഫ് manifested in various ways in what has defeated us, we consider common manifestation. അപ്പോൾ നമുക്ക് വിജയിക്കണമെങ്കിൽ ഈ മൂല്യങ്ങളുടെ ഒന്ന് വിലയിരുത്തണം. അപ്പൊ ഫ്രം ദിസ് പോയിന്റ്, ഈ പോയിന്റ് മുതൽ the rest of chapter 5, പിന്നീടുള്ള അധ്യായം 5 ഈസ് ഡിവോട്ടഡ് ടു എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ. അതായത് പിന്നീട് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്, BW സമർപ്പിച്ചിരിക്കുന്നത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ്. ഓഫ് ഹൗ ടു റൈറ്റ് the 3 inventories needed to successfully complete this step. അതായത് എങ്ങനെയാണ് എഴുതേണ്ടത്, ഈ 3 ഇൻവെന്ററീസും എങ്ങനെ എഴുതണമെന്ന്, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് 4 എന്ന് പറയുന്ന കംപ്ലീറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന്, വിജയകരമായി കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈച്ച് ഓഫ് ദിസ് 3 സെപ്പറേറ്റ് പേഴ്സണൽ അക്കൗണ്ടിങ്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ പറയുന്നത് നമുക്കറിയാം. റിസെന്റ്മെന്റ്സ്, നീരസം, ഫിയേഴ്സ്, ഭയം, സെക്ഷൽ ബിഹേവിയേഴ്സ്, നമ്മുടെ ലൈംഗികപരമായ പ്രശ്നങ്ങൾ. ഈസ് ഇന്റൻഡഡ് ടു പ്രൊഡ്യൂസ് അത് ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതും. intended to produce the increasingly clearer picture of the ways in which selfishness and self-centeredness are manifested. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ സ്വാർത്ഥതയും സ്വാർത്ഥപരമായിട്ടുള്ള
അടിസ്ഥാനത്തിൽ ജീവിച്ചതും എങ്ങനെയാണ് നമ്മൾ അതിനെ കുഴപ്പത്തിലാക്കിയെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, ആൽക്കഹോളിക്സ് ഡേ ടു ഡേ ലൈഫ്, അവന്റെ ദൈനംദിന ജീവിതത്തിൽ ആൻഡ് കോസ്റ്റ് സോ മെനി ഓഫ് ഹിസ് പ്രോബ്ലം, ഇത് എങ്ങനെയാണ് അവന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും കൂടി പറയാനായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻവെന്ററിയിൽ നമുക്ക് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. ഒന്ന് നീരസം, ഒന്ന് ഭയം, ഒന്ന് ലൈംഗികത. പിന്നെ 4മതൊരു കാര്യം കൂടി, പിന്നെ ഹാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ അതിപ്രധാനമായിട്ടുള്ള ഇവിടെ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദിസ് 3 ഇൻവെന്ററീസ് എന്നാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചരിത്രകാരൻ പറയുന്നത്. അപ്പൊ നീരസം, ഭയം, സെക്സ്. അപ്പൊ ഈ 3 കാര്യങ്ങള് പറയാനാണ് പിന്നീടുള്ള ചാപ്റ്ററിന്റെ മുഖ്യ ഭാഗങ്ങളും ബിൽ ഡബ്ല്യു നീക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് റിസെന്റ്മെന്റ്സിലേക്ക് പോകാം. Resentments, നീരസം. The first list focused on resentment because according to Wilson it is the number 1 offender. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇൻവെന്ററി എന്ന് പറയുന്നത് വിദ്വേഷമാണ്. കാരണം നമുക്കറിയാം വിദ്വേഷമാണ് പ്രധാന ശത്രു എന്നാണ് ബിൽ വിൽസൺ അവിടെ പറയുന്നത്. The thing that destroys more alcohols than anything else. ഇതാണ് അമിത മദ്യപാന രോഗികളെ മറ്റെന്തിനേക്കാളും കൂടുതൽ നശിപ്പിക്കുന്നത്. ദ റീസൺ ഹി ക്ലെയിംസ് ഈസ് സിമ്പിൾ. അതായത് എന്താണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. റിസെന്റ്മെന്റ്സ് ആർ ദ പ്രൈമറി കോസ് ഓഫ് ഓൾ ഫോം ഓഫ് സ്പിരിച്വൽ ഡിസീസ്. എല്ലാ ആത്മീയ രോഗങ്ങളുടെയും അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ശാരീരികവും മാനസികമായ രോഗം മാത്രമുള്ളവരായിരുന്നില്ല, ആത്മീയമായ രോഗബാധ കൂടിയുള്ളവരായിരുന്നു. അതുകൊണ്ട് ഈ ശാരീരികമായ ദുരിതം തരണം ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായ ദുരിതം തരണം ചെയ്യുമ്പോഴും നമുക്ക് ആത്മീയമായ ഒരു ദുരിതത്തിൽ നമ്മൾ തുടരുകയാണ്. അപ്പൊ അവിടെ നിന്നുള്ള ഒരു രക്ഷയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ഓൾ ഫോം ഓഫ് സ്പിരിച്വൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എല്ലാ ആത്മീയ രോഗങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് നീരസമാണ്. അപ്പോൾ അതുകൊണ്ട് വിച്ച് ഈസ് ദ ആൽക്കഹോളിക് കോർ പ്രോബ്ലം, അതാണ് കേന്ദ്രം അല്ലെ, അതാണ് കോർ എന്ന് വെച്ചാൽ മുഖ്യമായിട്ടുള്ള പ്രശ്നം. അപ്പൊ ഈ റിസെന്റ്മെന്റ് മീൻസ് നീരസത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ ആത്മീയ രോഗത്തിൽ നിന്നും മോചനം നേടാൻ സാധിക്കുകയുള്ളൂ. ഡ്രിങ്കിങ് ഹാസ് ലെഫ്റ്റ് ഹിം സ്പിരിച്വലി ഡാമേജ്ഡ്. അപ്പോൾ കുടിയാണ് നമ്മളെ ആത്മീയമായിട്ടുള്ള ഒരു നശിപ്പിക്കലിലേക്ക് നയിച്ചത്. വി ഹാവ് ബീൻ നോട്ട് ഓൺലി മെന്റലി ആൻഡ് ഫിസിക്കലി ഇല്ല. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നമുള്ളവരായിരുന്നു. വി ഹാവ് ബീൻ സ്പിരിച്വലി സിക്ക്, നമ്മൾ ആത്മീയമായ രോഗം കൂടിയുള്ളവരാണ്. ആൻഡ് ദിസ് ഈസ് വെയർ ദ റിക്കവറി പ്രോസസ് മസ്റ്റ് സ്റ്റാർട്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ നമ്മളുടെ വീണ്ടെടുക്കലിന്റെ പ്രക്രിയ തുടങ്ങുന്നത്. വിത്ത് സ്പിരിച്വൽ റിക്കവറി, ആത്മീയമായിട്ടുള്ള ഒരു വീണ്ടെടുക്കൽ. വെൻ ദ സ്പിരിച്വൽ മാലഡി ഈസ് ഓവർകം വി സ്ട്രൈറ്റൻ ഔട്ട് മെന്റലി ആൻഡ് ഫിസിക്കലി. അപ്പം എങ്ങനെയാണോ നമ്മുടെ ആത്മീയമായിട്ടുള്ള ഈ കാര്യങ്ങൾ തിരിച്ചു എടുക്കുമ്പോൾ നമ്മൾ മാനസികമായും ശാരീരികമായും സുഖപ്പെടുന്നവരായി തീരുന്നുവെന്ന് ബിൽ ഡബ്ല്യു ഈ പറയുന്ന ഹൗ ഇറ്റ് വർക്ക്സ്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ വിവരിക്കുകയാണ്. റിസെന്റ്മെന്റ്സ് ആർ ഇൻഫിനിറ്റ് ഗ്രേവ്. ഇപ്പോ ഒരു റിസെന്റ്മെന്റ്, നീരസം എന്ന് പറയുന്നത് ഒരു ഗ്രേവ് പോലെയാണ്, അതായത് ശവക്കല്ലറ പോലെയാണ്. ഹി റൈറ്റ്സ്, അദ്ദേഹം എഴുതുന്നു, ദേ ആർ ലൈക്ക് പോയിസൺ, അത് വിഷം പോലെയാണ്. ദാറ്റ് കട്ട്സ് us off ഫ്രം ദ സൺലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ്. അത് ആത്മീയമായിട്ടുള്ള ഒരു വെളിച്ചം നമ്മളിലേക്ക് കടന്നു വരാത്ത രീതിയിൽ അത് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോ ഒരു ശവക്കുഴി പോലെ അല്ലെങ്കിൽ ഒരു കുഴിമാടം പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ മറവ് ചെയ്തിരിക്കുന്ന ഈ നീരസത്തിന്റെ ആ ഒരു കെട്ടുപാടിനെ, ഗുരുതരമായിട്ടുള്ള കെട്ടുപാടിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷം നമ്മളിന്ന് മാറ്റിയാൽ മാത്രമേ സൂര്യപ്രകാശം പോലെ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് തടസ്സം നിൽക്കുന്ന, അല്ലെങ്കിൽ സൺലൈറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ തടസ്സം നിൽക്കുന്ന കാര്യത്തിൽ എടുത്തു കളഞ്ഞാൽ മാത്രമേ നമുക്ക് ടു ലൈവ് ഫ്രൂട്ട്ഫുൾ, വളരെ മനോഹരമായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഹാപ്പി ലൈഫ്സ്, സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. വി മസ്റ്റ് ബി ഫ്രീ ഓഫ് ആങ്കർ. നമ്മൾ ഇങ്ങനെ സന്തോഷപരമായിട്ടും അല്ലെങ്കിൽ ഈ സുഖകരമായിട്ടും ജീവിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും
ഈ പറയുന്ന നീരസത്തിൽ നിന്ന് മുക്തി നേടേണ്ടതുണ്ട്. മുക്തി നേടിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ഹാപ്പി ലൈഫ് വി മസ്റ്റ് ബി ഫ്രീ ഓഫ് ആങ്കർ. ദേഷ്യത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ ജീവിതം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ആൻഡ് ദ ഓൺലി ഹോപ്പ് ഓഫ് ഡൂയിങ് ദാറ്റ് ഈസ് ത്രൂ ദ മെയിൻറ്റെയിൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അപ്പോൾ ആത്മീയ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതമാണ് ആൽക്കഹോളിസം അനോണിമസിന്റെ ജീവിതം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ഗ്രോത്ത് വളരുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ സ്പിരിച്വൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ബിക്കമിങ് ഫ്രീ ഓഫ് ആങ്കർ ഈസ് ടു മേക്ക് എ ലിസ്റ്റ് ഓഫ് അവർ റിസെന്റ്മെന്റ്സ്. അപ്പൊ ഈ 4-ാം പടി ചെയ്യുന്നതിലുള്ള ആദ്യത്തെ പടി എന്താണ്? ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പുട്ടിങ് ദം ഓൾ ഡൗൺ ഓൺ പേപ്പർ. അപ്പൊ നമുക്ക് നീരസമുള്ള, അമർഷമുള്ള, ഉള്ളില് പകയുള്ള, നമ്മൾ അത്ര രസത്തിലല്ലാത്ത ക്രോധമുള്ള എല്ലാവരുടെയും പേര് ഒരു പേപ്പറിൽ എഴുതുക. ബിൽ ദെൻ പ്രൊവൈഡ്സ് എ സിമ്പിൾ 3 കോളം എക്സാമ്പിൾ ഓഫ് ഹൗ ടു ഡു ദിസ്. പിന്നീട് നമുക്കറിയാം ബിൽ ഡബ്ല്യു തന്നെ ഒരു 3 കോളം എക്സാമ്പിൾ ഉദാഹരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തെഴുതി അദ്ദേഹം എഴുതുന്നുണ്ട്. ബിഗ് ബുക്കില് മലയാളത്തിൽ 64-ാമത്തെ പേജിൽ നമുക്കത് കാണാം. ദ നെയിം ഓഫ് ദ പേഴ്സൺ റിസെന്റഡ്, അതായത് ആരാണോ നമുക്ക് വിരോധം തോന്നിയത് അതാണ് ആദ്യത്തെ കോളം. ഗോസ് ഇൻ ദി ഫസ്റ്റ് കോളം. ആദ്യത്തെ കോളത്തിൽ പോകണം. അവിടെ നമുക്ക് കാണാം മിസ്റ്റർ ബ്രൗൺ, മിസ്സിസ് ജോൺസൺ, എന്റെ മുതലാളിയോട്, എന്റെ ഭാര്യയോട് എന്ന് പറയുന്ന ആദ്യത്തെ കോളം. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ ആരെങ്കിലും പേരങ്ങ ജോസഫ്, തോമസ് എന്നോ ജോസഫ് എന്നോ എന്തൊക്കെ പറഞ്ഞ് നമുക്ക് ആദ്യത്തെ കോളത്തിൽ നമുക്ക് റിസെന്റ്മെന്റ് ഉള്ള ആളുടെ പേരാണ്. ദ കോസ് ഓഫ് ദ റിസെന്റ്മെന്റ് അപ്പിയേഴ്സ് എലോങ് സൈഡ് ഇൻ ദ സെക്കൻഡ് കോളം. അപ്പം പിന്നീടുള്ള 2-ാമത്തെ കോളത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ കോസ്, എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന ആളോട് അല്ലെങ്കിൽ തോമസിനോട്, ജോസഫിനോട് റിസെന്റ്മെന്റ് ഉള്ളത് എന്നുള്ള കാരണമാണ് 2-ാമത്തെ കോളത്തിന്. അപ്പൊ ബിൽ ഡബ്ല്യു അത് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരു ഉദാഹരണം മിസ്റ്റർ ബ്രൗണിനോട് ഞാൻ വിദ്വേഷമുള്ളവനാണെന്നുള്ള കോളത്തിൽ, ആദ്യത്തെ കോളത്തില് മിസ്റ്റർ ബ്രൗണിനോട്. കാരണം എന്താണ്? എന്റെ ഭാര്യയുടെ മേലുള്ള അവന്റെ ശ്രദ്ധ, ഭാര്യയോട് എന്റെ വെപ്പാട്ടിയെ കുറിച്ച് പറഞ്ഞു. ബ്രൗണിന് ഓഫീസിലുള്ള എന്റെ ജോലി കിട്ടിയേക്കാം. അപ്പൊ 3 കാര്യങ്ങളാണ്. അതായത് ഈ മിസ്റ്റർ ബ്രൗൺ എന്നുള്ള ആള് ബിൽ ഡബ്ല്യുവിന്റെ വൈഫിനോട് ഒരു ശ്രദ്ധ കാണിക്കുന്നു. ഇവന്റെ ബിൽ ഡബ്ല്യുവിന് വേറെ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വൈഫിന്റെ അടുത്ത് ബ്രൗൺ പോയി പറഞ്ഞു. 3-ാമത്തെ കാര്യം, ബിൽ ഡബ്ല്യുവിനെ ജോലി പുറത്താക്കിയതിനു ശേഷം തന്റെ ജോലി തട്ടിയെടുക്കാൻ ബ്രൗൺ ശ്രമിക്കുന്നു. ഈ 3 കാരണങ്ങളാണ് ബിൽ ഡബ്ല്യു അവിടെ എഴുതുന്നത്. അപ്പം സെക്കൻഡ് കോളം നമുക്ക് മനസ്സിലായി. ഇപ്പൊ നമുക്ക് തോമസിനോട് ഇപ്പൊ നമ്മൾ ഉദാഹരണം, തോമസിനോട് നമുക്ക് എതിർപ്പാണെന്ന് വിട്ടിരിക്കുക. അപ്പൊ ആദ്യത്തെ പേജില് കോളത്തിൽ നമ്മൾ തോമസിനെ എഴുതി. അപ്പൊ കാരണം എന്താണ്? ഒരു പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല നമ്മുടെ കാരണം. ഒരുപക്ഷെ നമ്മളോട് കടം മേടിച്ച പൈസ തിരിച്ചു തരാത്തതോ, നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിച്ചതോ, നമ്മളുമായിട്ട് എപ്പോഴും മൽപ്പിടുത്തം പറഞ്ഞതോ, ചിലപ്പോൾ നമ്മൾ തെറി പറഞ്ഞതോ ഒക്കെ ആയിരിക്കാം. അപ്പൊ ആ 2-ാമത്തെ നമ്മളോട് തെറി പറഞ്ഞതോ ആയിരിക്കാം. അപ്പൊ കാരണം അവിടെ എഴുതുക. 3-ാമത്തെ കോളം, അപ്പൊ ഫസ്റ്റ് കോളം റിസെന്റ്മെന്റ് എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ സെക്കൻഡ് കോളത്തില് എങ്ങനെയാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞു. ആൻഡ് റീസൺ ഫോർ ദ റിസെന്റ്മെന്റ് ഇസ് റിട്ടൺ ഇൻ ദ തേർഡ്. ദ കോസ് ഓഫ് ദ റിസെന്റ്മെന്റ് അപ്പിയേഴ്സ് അലോങ് സൈഡ് ഇൻ ദ സെക്കൻഡ് കോളം. അപ്പൊ ഇതിന്റെ കാരണം പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് റീസൺ ചെയ്യുന്നത്, അപ്പൊ നമ്മളെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളതാണ് 3-ാമത്തെ കോളം. അപ്പൊ ബിൽ ഡബ്ല്യു അവിടെ എഴുതിയിരിക്കുന്നത് എന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ബിൽ ഡബ്ല്യുവിനെ ബാധിക്കുന്നത് എന്റെ ലൈംഗിക ബന്ധത്തെ, അതായത് സെക്ഷൽ ആയിട്ടുള്ള അവന്റെ ബന്ധം, പിന്നെ സ്വയം മതിപ്പിനെ എന്ന് വെച്ചാല് ആത്മാഭിമാനം, അതിനെ ബാധിക്കും. എന്റെ ലൈംഗിക ബന്ധത്തെ, എന്റെ സ്വയം മതിപ്പിനെ, എന്റെ സുരക്ഷിത ബോധത്തെ, അതായത് ജോലി നഷ്ടപ്പെടുവാണെങ്കിൽ പണം ഉണ്ടാവില്ല, അപ്പൊ അതിന്റെ ഒരു ഭയം. അപ്പൊ ഭയം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. മാന്യതയെ, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള മാന്യതയെ, ഇതാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പൊ നമുക്ക് നമ്മുടേതായ കോളം ഇതില് തോമസ് എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു. അതിൻ്റെതായ എന്റെ ആത്മാഭിമാനത്തെ ബാധിക്കുന്നു എന്നോ, എനിക്ക് മറ്റ് പണം തന്നില്ലെങ്കിൽ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും, അതിന്റെ ഭയം, പണത്തെക്കുറിച്ചുള്ള ഭയം നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു മാത്രം. അപ്പം the first column of the gadget list should include not only people but also institution or principles with whom you are angry. അപ്പൊ ആദ്യത്തെ കോളത്തില് നമുക്കറിയാം വെറുതെ പേരുകൾ മാത്രമല്ല,
അല്ലെങ്കിൽ ആ വെറുപ്പുള്ള ഈ വിദ്വേഷമുള്ള അല്ലെങ്കിൽ പകയുള്ള ആളുകളുടെ പേരുകൾ മാത്രമല്ല, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചിലപ്പോൾ ഗവൺമെന്റ് നിയമങ്ങൾ, ചിലർ പറയാറില്ല പോലീസ് എന്ത് ഇപ്പൊ കാനഡയിലെയും അമേരിക്കയിലെയും UK-യിലെയൊക്കെ പോലീസിന്റെ നിയമങ്ങൾ എന്ത് ശക്തമാണ്, അത് അത്ര ശക്തമായ നിയമങ്ങളുണ്ടെങ്കിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കും. അപ്പൊ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് പോലീസിനോട് ദേഷ്യം. അപ്പൊ അത് നമുക്ക് എഴുതാം. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് വിവാഹത്തോട് താല്പര്യമില്ല, ലിവിങ് ടുഗദറാണ് താല്പര്യം. അപ്പൊ അതൊരു പ്രിൻസിപ്പിളാണ്. അപ്പൊ അങ്ങനെയുള്ള പല പല പ്രിൻസിപ്പിൾസിനോടും, അതായത് നെയിം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ കഴിയും. ഇതൊക്കെ ഞാൻ പിന്നീട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് 4-ാം പടിയുടെ ഇതിൽ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോ പറയുന്ന ചരിത്രം ആയതുകൊണ്ട് വിത്ത് ഹും യു ആർ ആംഗ്രി, അപ്പൊ നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ പോകാം. അപ്പൊ ആരൊക്കെയാണോ ഇത്തരം കാര്യങ്ങൾ, ഇൻ ദ തേർഡ് കോളം, ഇതെല്ലാം 3-ാമത്തെ കോളത്തിലാണ്. ദ റീസൺ ഫോർ ദ ആങ്കർ ഷുഡ് ബി ഡിസ്ക്രൈബ്ഡ് ബൈ 1 of 7 തിങ്സ്. അപ്പം പിന്നീട് ഈ പറയുന്ന 7 കാര്യങ്ങളാണ് എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ അഫക്റ്റ് ചെയ്തതെന്ന് പറയുന്നത്. In the third column, the reason for the anger should be described by 1 of 7 things affected by the cause. The alcoholic self-esteem, അവന്റെ സ്വയം മതിപ്പിനെ, പ്രൈഡ്, ആത്മാഭിമാനത്തെ അല്ലെ അഹങ്കാരത്തെ, സെക്യൂരിറ്റി അതായത് സുരക്ഷിതത്വ ബോധം, പോക്കറ്റ് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാല് ആത്മാഭിമാനം അല്ലെങ്കിൽ സ്വന്തം അഭിമാനം, അന്തസ്സിനെ ബാധിക്കും. പ്രൈഡ് എന്ന് പറഞ്ഞാല് ഇതുപോലെ തന്നെയാണ്, സെൽഫ് എസ്റ്റീം പോലെ തന്നെയാണ്. പക്ഷെ ഒരു താൻ ഉന്നത പദവിയിലാണ് അല്ലെങ്കിൽ താൻ ഒരു വലിയ ആളാണ്, അതിനെ ബാധിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആത്മാഭിമാനത്തെ ബാധിക്കും, അല്ലെങ്കിൽ ഒരു അന്തസ്സിനെ ബാധിക്കും എന്നുള്ളതാണ് പ്രൈഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. സെക്യൂരിറ്റി എന്ന് വെച്ചാൽ സുരക്ഷിതത്വം. അതായത് എനിക്ക് സാമ്പത്തിക മൂല്യം മാത്രമല്ല, സെക്യൂരിറ്റി എല്ലാം വരാം. നമുക്ക് മനസമാധാനം, ഒരു ശാന്തിനെ ബാധിക്കും, തന്റെ നിരപരാധിത്വത്തെ ബാധിക്കും എന്നൊക്കെ ഉള്ളതാണ് സെക്യൂരിറ്റി. പോക്കറ്റ് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പണ്ട് നമ്മുടെ ഈ 1930-കളിലെല്ലാം ഇപ്പൊ കറൻസി നോട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇന്നത്തെ പോലെ വലിയ പേഴ്സുകളിലല്ല, ചെറു സഞ്ചികളിലാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം അത് ഈ തോല് കൊണ്ട് ഉപയോഗിക്കാവുന്ന ഒരു സഞ്ചിയാണത്. അതിനാണ് പോക്കറ്റ് ബുക്ക് എന്ന് വെക്കുന്നത്. അപ്പൊ പോക്കറ്റ് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കറൻസി നോട്ടുകളും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ചെറു സഞ്ചിയാണ്. അല്ലെങ്കിൽ നമ്മൾ മടിശീലകളിലാണ്, അല്ലെങ്കിൽ ഒരു കൈപ്പണ സഞ്ചി എന്നാണ് അത് ഉദ്ദേശിക്കുക. അപ്പൊ അതിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ അഫക്ട്സ് മൈ പോക്കറ്റ് ബുക്ക്. അംബീഷൻസ്, പിന്നെ അംബിഷൻ എന്ന് വെച്ചാൽ ഉന്നത പദവി, തീവ്രമായ ഉത്കർഷേച്ഛ, ആൻഡ് പേഴ്സണൽ ഓർ സെക്സ് റിലേഷൻ. അപ്പൊ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ സെക്സ് ആയിട്ടുള്ള ലൈംഗികപരമായ, അപ്പൊ 1, 2, 3, 4, 5, 6, 7. സെൽഫ് എസ്റ്റീം, പ്രൈഡ്, സെക്യൂരിറ്റി, പോക്കറ്റ് ബുക്ക്, അംബിഷൻ, പേഴ്സണൽ ഓർ സെക്സ്. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുക, ലൈംഗികപരമായ കാര്യങ്ങളെ ബാധിക്കുക. അപ്പോ ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ടു ബി എഫക്റ്റീവ് ദ ലിസ്റ്റ് മസ്റ്റ് ബി ത്രൂ ഹോണസ്റ്റ് ആൻഡ് ആസ് ഡെഫിനിറ്റ് ആസ് ദിസ് എക്സാമ്പിൾ. അപ്പൊ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ ആൽക്കഹോളിസംസിൽ വന്ന ഒരാള് ഈ ഒരു എക്സാമ്പിളിലൂടെ, ഈ ഉദാഹരണങ്ങളിലൂടെ ആയിരിക്കണം കടന്നു പോകേണ്ടത് എന്നാണ്. ഒരു ഉദാഹരണം മാത്രമാണ്. ഇപ്പോ നമുക്ക് മിസ്റ്റർ ബ്രൗൺ എന്നോ മിസ്റ്റർ തോമസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതുപോലെയൊന്നുള്ള പേരുകളൊന്നും ആയിരിക്കില്ല, പക്ഷെ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. അപ്പൊ മിസ്റ്റർ ബ്രൗൺ, ഐ ആം റിസൺമൾ ആൻഡ് മിസ്റ്റർ ബ്രൗൺ അറ്റൻഷൻ ടു മൈ വൈഫ്. അപ്പൊ അതെങ്ങനെയാണ്? ടോൾഡ് മൈ വൈഫ് ഓഫ് മൈ മിസ്ട്രസ് ബ്രൗൺ മേ ഗെറ്റ് മൈ ജോബ് അറ്റ് ദ ഓഫീസ്. അപ്പൊ 3 കാരണങ്ങളാണ് ബിൽഡബ്ല്യുകൾ കണ്ടതെന്നും അതിനകത്തൊരു 7 കാരണങ്ങൾ ആദ്യം പറഞ്ഞു. എന്തൊക്കെയാണ്? സെൽഫ് എസ്റ്റീം, പ്രൈഡ്, അതായത് ആത്മാഭിമാനം, മാനം, സുരക്ഷിതത്വം, ഈ എന്റെ പണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അംബീഷൻ അല്ലെങ്കിൽ ഉന്നത പദവിയിൽ എത്താമെന്നുള്ള എൻ്റെ അംബീഷനെ തകർക്കുമോ എന്നുള്ള ഭയം, പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ലൈംഗിക ബന്ധം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ, അപ്പൊ ആ 7 കാര്യങ്ങളിൽ 6 കാര്യങ്ങളാണ് ബിൽഡബ്ല്യു ഇതെങ്ങനെ ബാധിച്ചു എന്നാണ്. ബിൽഡബ്ല്യുവിന് ഈ കാര്യം, അതായത് മിസ്റ്റർ ബൗൺ എന്ന് പറഞ്ഞ ആള് എൻ്റെ ഭാര്യയോട് പോയി എന്നോട് ഭാര്യയോട് താല്പര്യം കാണിക്കുകയും എൻ്റെ ഭാര്യയോട് എൻ്റെ രണ്ടാമത്തെ എനിക്കൊരു മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് പോയി പറയുകയും എൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അഫക്റ്റ് ചെയ്തേക്കുന്ന കാര്യം പറയുന്നത് സെക്സ് റിലേഷൻസ്, സെൽഫ് എസ്റ്റീം, പിന്നെ സെക്യൂരിറ്റി, സെൽഫ് എസ്റ്റീം, ഇങ്ങനെയുള്ള ഫിയർ. ഇപ്പൊ സെൽഫ് എസ്റ്റീമിന് തന്നെ ഫിയറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഭയമുണ്ട്.
ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത വിൽസൺ ഗോസ് ഓൺ ടു പ്രൊവൈഡ് 3 more ഫസ്റ്റ് കോളം എക്സാമ്പിൾ, മിസ്സിസ് ജോൺസ്, മിസ് മൈ എംപ്ലോയർ ആൻഡ് മൈ വൈഫ്. അപ്പം 3 ഉദാഹരണങ്ങളാണ് അവിടെ പറയുക. നമുക്കറിയാം മിസ്സിസ് ജോൺസ് എന്ന് പറയുന്ന ഒരു മൈ എംപ്ലോയർ ആൻഡ് മൈ വൈഫ്. നമുക്കിത് 64-ാമത്തെ പേജില് നമുക്ക് കാണാം മലയാളം ബുക്കില്. എലോങ് വിത്ത് ദ കോസസ് ആൻഡ് അഫക്ട് ഓപ്പോസിറ്റ് ഈച്ച് ഓഫ് ദിസ് ഇൻ ദ നെക്സ്റ്റ് 2 കോളം. അപ്പൊ ഇതിന്റെ എതിരായിട്ട് എന്തൊക്കെയാണ് അത് അദ്ദേഹത്തിന്റെ കാരണമെന്നും എങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ബാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. വൺസ് ഫിനിഷ്ഡ്, അപ്പൊ ഈ കോളം ഫിനിഷ് ചെയ്തതിനു ശേഷം ദ റൈറ്റേഴ്സ് ഫസ്റ്റ് റെസ്പോൺസ് ടു ദിസ് കോംപ്രഹെൻസീവ്, അതായത് സമഗ്രമായിട്ടൊരു വിശദീകരണം, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വിശദീകരണം നൽകിയതിനു ശേഷം ടു ദിസ് കോംപ്രഹെൻസീവ് ലിസ്റ്റ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം വുഡ് ഓൾമോസ്റ്റ് സർട്ടൻലി ടു ബി കൺക്ലൂഡ് ദാറ്റ് ദിസ് വേൾഡ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ ആർ ഓഫൺ ക്വൈറ്റ് റോങ്. അപ്പം വായനക്കാരൻ എന്താണ് ചിന്തിക്കാൻ ഇടയുള്ളത് എന്നാണ് ബിൽ ഡബ്ല്യു പറയാ. ഇപ്പൊ ഈ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയതിനു ശേഷം നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുള്ളൂ ഈ ലോകവും അതിലെ ആളുകളും മിക്കവാറും തെറ്റ് ചെയ്തവരാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. ബട്ട് ബിൽ സേസ് ദാറ്റ് സ്റ്റോപ്പിംഗ് ദെയർ വുഡ് ഡൂം ആസ് ടു എ ലൈഫ് യൂട്ടിലിറ്റി. അപ്പം ഒരു ഫലശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിഫലമായിട്ടുള്ള അത്തരം ചിന്തകളെ നമ്മൾ നശിപ്പിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അന്ത്യം വരുത്തുകയുള്ളൂ. ആൻഡ് ഹാപ്പിനെസ്, നമുക്ക് സന്തോഷമില്ലായ്മ വരുത്തുകയുള്ളൂ. ബിക്കോസ് ഹാർബറിങ് സച്ച് ഫീലിങ്സ് റിസൾട്ട് ഇൻ ദ യൂഷ്വൽ ഔട്ട്കം. അപ്പം നമ്മൾ ഇത്തരം ചിന്തകളെ താലോലിക്കുക, അല്ലെങ്കിൽ ഇത്തരം വികാരങ്ങൾ, മറ്റെല്ലാവരും തെറ്റുകാരാണ്, ഞാൻ തെറ്റുകാരനല്ല, എൻ്റെ ഭാര്യ തെറ്റുകാരിയാണ്, എൻ്റെ അമ്മായിപ്പൻ തെറ്റുകാരിയാണ്, എൻ്റെ അപ്പൻ തെറ്റുകാരിയാണ്, എൻ്റെ അമ്മ തെറ്റുകാരിയാണ്, എൻ്റെ അയൽവക്കക്കാരൻ, ജോലിക്കാരൻ, കൂട്ടുകാരൻ എല്ലാം തെറ്റുകാരിയാണ്, അതെല്ലാം അവരെന്നോട് അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ള ഈ ചിന്തകളെ നമ്മൾ താലോലിച്ചുകൊണ്ട് നടന്നാൽ അത് നമ്മളെ അൺഹാപ്പിനെസ്, അസന്തുഷ്ടിയിലേക്കും നയിക്കുമെന്ന് അദ്ദേഹം അവിടെ പറഞ്ഞതിന് ശേഷം ദ യൂഷ്വൽ ഔട്ട്കം ദാറ്റ് പീപ്പിൾ കണ്ടിന്യൂയിങ് ടു റോങ് യു ആൻഡ് യു സ്റ്റേ സോർ, അതായത് എന്താണ് ഇതിന്റെ ഔട്ട്കം ഉണ്ടാവുന്നതെന്ന് പറയാണ്. നമ്മൾ മറ്റുള്ളവരോട് ദ്രോഹം തുടരുകയും അവരോട് ദ്രോഹം തുടരുകയും ദാറ്റ് പീപ്പിൾ കണ്ടിന്യൂ ടു റോങ് യു ആൻഡ് യു സ്റ്റേ സോർ, അതായത് മറ്റുള്ളവർ നമ്മളോട് തെറ്റ് ചെയ്യുന്ന നമ്മൾ സോർ, അതായത് നമുക്ക് ഈ പറയുന്ന മുറിവ് ഏൽക്കുകയും ചെയ്യും. ആൻഡ് ദ മോർ യു ഫൈറ്റ് ആൻഡ് ട്രൈ ടു ഹാവ് യുവർ വേ, അപ്പൊ നമ്മൾ കൂടുതൽ മത്സരിക്കുകയും നമ്മൾ നമ്മളുടെ വഴിയിലൂടെ നമ്മുടെ ചിന്തകളിലൂടെ തന്നെ നടക്കുകയും ചെയ്യും. ദ വേഴ്സ് മാറ്റേഴ്സ് ഗെറ്റ്. അപ്പോ മറ്റുള്ളവരാണ് തെറ്റുകാർ, മറ്റുള്ളവരാണ് കുറ്റക്കാർ, മറ്റുള്ളവരാണ് എന്നെ ദ്രോഹിച്ചത് എന്നുള്ള വികാരങ്ങളെ താലോലിച്ചുകൊണ്ട് നമ്മളെ നമ്മുടെ വഴിയിലൂടെ കൂടുതൽ മത്സരിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ കിട്ടുന്നത് വളരെ വേഴ്സായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടുക. സച്ച് എ സിനാരിയോ ലീഡ്സ് ബാക്ക് ടു ജസ്റ്റ് വൺ തിങ്, ദ ഇൻസാനിറ്റി ഓഫ് ആൽക്കഹോൾ. അപ്പോ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ, ഇങ്ങനെ ഈ വികാരങ്ങളെ താലോലിക്കുന്ന ആൾ തിരിച്ചു പോകാൻ സാധ്യതയുള്ളത് മദ്യപാനത്തിലേക്കാണ്. അങ്ങനെ ദ ഇൻസാനിറ്റി ഓഫ് ആൽക്കഹോൾ, മദ്യപാനത്തിന്റെ ഭ്രാന്തമായ അവസ്ഥയിലേക്കാണ്. വി ഡ്രിങ്ക് അഗെയിൻ, അങ്ങനെ താലോലിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുടിക്കും. അപ്പോ നമ്മളിവിടെ മറ്റുള്ളവരാണ് കുറ്റക്കാര്, മറ്റുള്ളവരാണ് എന്നെ ഉപദ്രവിച്ചത് എന്നുള്ള ചിന്തകളെ താലോലിക്കരുത് എന്ന് പറയാനാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അടുത്ത പാരഗ്രാഫ് നോക്കാം. ബട്ട് സീൻ ഫ്രം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഈ സീനുകളെ, അതായത് മിസ്റ്റർ ബ്രൗണിനെയും അല്ലെങ്കിൽ എംപ്ലോയറുടെയും ഭാര്യയുടെയും ഒക്കെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ അവരാണ് തെറ്റുന്നു അടുത്ത ഭാഗത്തിൽ ബട്ട് സീൻ ഫ്രം എ കംപ്ലീറ്റ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. അപ്പോൾ മറ്റൊരു ദർശനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സമഗ്ര വീക്ഷണത്തിലേക്ക് നമ്മൾ നമ്മുടെ ഈ ചിന്തകളെ മാറ്റിവിടുകയാണ്. യു വിൽ റിയലൈസ് ദ ക്ലിഞ്ചിങ് ടു എ ബിലീഫ് ഇൻ ദ റോങ് ഡൂയിങ് ഓഫ് അതേഴ്സ്, അതായത് മറ്റുള്ളവരാണ് തെറ്റ് ചെയ്തതെന്നുള്ള ഒരു സ്വയംബോധം അല്ലെങ്കിൽ ഒരു അവബോധത്തിൽ നിന്ന് നമ്മൾ ഓഫ് റിയൽ ഹാസ് പവർ ടു ആക്ച്വലി കിൽ യു, അതായത് അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു വികാരത്തിലാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരാണ് നിങ്ങളോട് തെറ്റ് ചെയ്തതെന്ന ചിന്തയിലാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നെങ്കിൽ, പവർ ടു ആക്ച്വലി കിൽ യു, അത് നിങ്ങളെ
കൊല്ലും. ആൻഡ് ദ അവയർനെസ് ഗ്രോസ്. അപ്പോൾ വീണ്ടും നമുക്കൊരു സ്വയംബോധം ഉണ്ടാകണം, അത് വളർത്തണം. എന്താണ്? ദിസ് റിസെന്റ്മെന്റ് മസ്റ്റ് ബി മാസ്റ്റേർഡ്, ബട്ട് ഹൗ? വിൽസൺ ഓഫർ 2 പോസിബിൾ സൊല്യൂഷൻ. അപ്പം ഈ സാധനത്തെ വളർന്ന് വലുതാക്കാതെ, അല്ലെങ്കിൽ ഒരു വളർച്ച പ്രാപിക്കാതെ മാറ്റിവിടണം. ഏതിനെ? നീരസത്തെ. മറ്റുള്ളവരാണ് എനിക്ക് തെറ്റ് ചെയ്തത്, മറ്റുള്ളവരാണ് എന്നെ ഈ കുഴപ്പത്തിലാക്കിയത് എന്നുള്ള വിചിത്രമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു ചിന്തകളെ നമ്മൾ മാറ്റിവിടണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം 2 പോസിബിൾ സൊല്യൂഷനാണ്, 2 സൊല്യൂഷനാണ് പിന്നീട് നമുക്ക് തരുന്നത്. The first suggests a different way of reacting to difficult situations. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമുക്ക് സിറ്റുവേഷനെ മാറ്റേണ്ടത് എന്നുള്ളതാണ്. അദ്ദേഹം നെവർ റിറ്റാലിയേറ്റ്, ഹി കൗൺസിൽസ്. നെവർ ആർഗ്യൂ. അതായത് നമ്മൾ നെവർ ആർഗ്യൂ എന്ന് വെച്ചാൽ തർക്കിക്കുന്നില്ല. നെവർ റിറ്റാലിയേറ്റ്, നമ്മൾ പക വെച്ച് കൊടുക്കുന്നില്ല. ഹി കൗൺസിൽസ്, വീണ്ടും അദ്ദേഹം നമ്മളോട് പറയാണ്. ഒരു ആർഗ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന മറ്റുള്ളവരാണ് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്രണത ഹൃദയമുള്ള അല്ലെങ്കിൽ വേദനയുള്ള ഹൃദയത്തോടെ നമ്മൾ ഇങ്ങനെ നടക്കുകയുള്ളൂ. അതൊരു ഫലശൂന്യമായ ജീവിതമാണ്. അപ്പോൾ അതിന് പകരമായി നമ്മൾ അവരോട് വാദിക്കുന്നതിനും നേർക്ക് നേർ നിന്ന് സംസാരിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നതിനും വഴക്കിടുന്നതിനും കലഹിക്കുന്നതിനും ഉപരിയായി, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്തുകൊണ്ടോ ഒരു സംസാരിച്ച് അവരോട് പിണങ്ങുകയോ ശണ്ട കൂടുകയോ ചെയ്യാതെ, അല്ലെങ്കിൽ വഴക്ക് കൂടുകയോ കലഹിക്കുകയോ ചെയ്യാതെ, അവരുടെ ചില അഭിപ്രായങ്ങളോട് യോജിപ്പില്ലാതെ പ്രവർത്തിക്കാതെ, അവരോട് ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലില്ലാതെ നമ്മൾ നിൽക്കുകയാണ്. നെവർ റീറ്റാലിയേറ്റ്, നെവർ ആർഗ്യൂ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഹി കൗൺസിൽസ്. പിന്നീട് അദ്ദേഹം പറയുന്നതാണ്, ഇൻസ്റ്റെഡ് ഓഫ് ദ ന്യൂലി സോബർമാൻ. അപ്പൊ പുതിയ ഒരു മനുഷ്യനാണ് നമ്മൾ സുബോധത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കലഹിക്കുന്നില്ല, വാദിച്ച് ജയിക്കുന്നില്ല, അവരെ ചോദ്യം ചെയ്യുന്നില്ല, അവരോട് തർക്കിക്കുന്നില്ല, സംസാരിച്ച് പിണങ്ങാൻ ഇടകുന്നില്ല, ശണ്ട കൂടുന്നില്ല, അവരുടെ ഒരു അഭിപ്രായത്തോട് യോജിപ്പില്ലാതെ നമ്മൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദ ന്യൂലി സോബർമൻ ഷുഡ് അക്നോളജ്. അപ്പൊ നമ്മളൊരു പുതിയ സുബോധാവസ്ഥയിലെത്തിയ മനുഷ്യനായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അക്നോളജ് ചെയ്യണം, ദാറ്റ് ദ പീപ്പിൾ ഹൂ റോങ് യു ആർ സ്പിരിച്വലി സിക്ക്. അപ്പോ മറ്റുള്ളവര് നമ്മൾ അവരും ആത്മീയമായിട്ടുള്ള രോഗമുള്ളവരാണ്, അല്ലെങ്കിൽ സ്പിരിച്വലി സിക്ക് ആണ്, ആത്മീയമായ രോഗമുള്ളവരാണെന്ന് നമ്മൾ കാണുന്നു. ആൻഡ് ദെൻ ആസ്ക് ഗോഡ് ടു ഹെൽപ്പ് യു ഷോ ദം ടു ദ സെയിം ടോളറൻസ്. അപ്പൊ അവരോട് സഹിക്കുന്നതിനും, പിറ്റി, സഹതാപം, ആൻഡ് പേഷ്യൻസ്, ക്ഷമ കാണിക്കുന്നതിനും, ദാറ്റ് യു വുഡ് ചിയർഫുള്ളി ഗ്രാൻഡ് എ ഫ്രണ്ട് ഹു ഹാവ് ക്യാൻസർ. ഒരു കൂട്ടുകാരന് ക്യാൻസർ ഉണ്ടായാൽ അവനോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുക, അവനോട് നമ്മൾ എങ്ങനെയാണ് ക്ഷമിക്കുക, അവൻ നമ്മൾ എത്രമാത്രം ഉപദ്രവിച്ചാലും മരണത്തോടടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏകദേശം രോഗം വന്ന് മരിക്കാറായി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ രോഗം മരിച്ചില്ലെങ്കിൽ പോലും ആ ദുരിതത്തിൽ തുടരുന്ന അവനോട് എത്രമാത്രം സഹതാപത്തിലാണോ നമ്മൾ പെരുമാറുന്നത്, ആ പെരുമാറ്റമാണ് ഇവിടെ വേണ്ടതെന്നാണ് ബിൽ വിൽസൺ പറയുന്നത്. എന്താണ്? ടോളറൻസ്, സഹനം, പിറ്റി, ഒരു സഹതാപം, പേഷ്യൻസ്, ക്ഷമ, ദാറ്റ് യു വുഡ് ചിയർഫുള്ളി ഗ്രാൻഡ് എ ഫ്രണ്ട് ഹു ഹാസ് ക്യാൻസർ. ക്യാൻസർ രോഗിയോടുള്ള പോലെയുള്ള സമീപനം. വൺസ് അഗെയിൻ ഫുൾഫില്ലിംഗ് ഹിസ് ഏർലിയർ പ്രോമിസ് ടു എക്സ്പ്ലെയിൻ എക്സാക്ട്ലി വാട്ട് ടു ഡു. അപ്പം അതിനു മുമ്പുള്ള ചില വാഗ്ദാനങ്ങളിൽ അദ്ദേഹം എന്താണ് കൃത്യമായി ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ബിൽ ഓഫേഴ്സ് ദ ഫോളോയിങ് പ്രയർ ആസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ്. അപ്പോൾ വീണ്ടും പട്ടിക തയ്യാറാക്കുമ്പോൾ, വൺസ് അഗൈൻ ഫുൾഫില്ലിംഗ് ഹിസ് ഏർലി പ്രോമിസ് ടു എക്സ്പ്ലെയിൻ ഹിസ് വാട്ട് ഇസ് പ്രയർ, ബിൽ ഓഫേഴ്സ് ദ ഫോളോയിങ് പ്രയർ ആസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ്. വീണ്ടും ഒരു പ്രാർത്ഥനയെ പറ്റി പറയാണ്. ദിസ് ഈസ് എ സിക്ക് മാൻ. എന്താണ് ആ പ്രാർത്ഥന? പ്രാർത്ഥന ഇതാണ്: ദൈവമേ, ഇയാളൊരു രോഗിയാണ്, ഞങ്ങൾ ഇയാളെ എങ്ങനെ സഹായിക്കും? ദൈവമേ, ക്രോധത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കും. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളെ രക്ഷിക്കും. എന്താണ്? ദിസ് ഈസ് എ സിക്ക് മാൻ, ഹൗ ക്യാൻ ഐ ബി ഹെൽപ്ഫുൾ ടു ഹിം? ഗോഡ് സേവ് മീ ഫ്രം ബീയിങ് ആംഗ്രി, ദേ വിൽ ബി ഡൺ. അപ്പൊ അതൊരു പ്രാർത്ഥനയാണ്. അപ്പൊ നമുക്കറിയാം, പേജ് നമ്പർ 66 മലയാളം ബിഗ് ബുക്കിലും ഈ പ്രാർത്ഥനയുണ്ട്. അതായത്, ദൈവമേ, ഇതൊരു രോഗിയായ മനുഷ്യനാണ്,
അസുഖക്കാരനായ മനുഷ്യനാണ്. എനിക്ക് അവനോട് എങ്ങനെയാണ് സഹായകരമായി പ്രവർത്തിക്കാൻ കഴിയുക? എന്നെ ദേഷ്യത്തിൽ നിന്ന് അകറ്റി നിർത്തണമേ. അങ്ങനെ ദൈവമേ പതിന്ന് ഞങ്ങളെ രക്ഷിക്കൂ. അങ്ങനെ ചെയ്യുമ്പോൾ ദേ വിൽ ബി ഡൺ, അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ആ ഭാവം പറയുന്നത്. വൺസ് റിക്വസ്റ്റഡ്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു അഭ്യർത്ഥന, പ്രാർത്ഥന, അപേക്ഷ നൽകിയതിനു ശേഷം വിൽസൺ ഈസ് കോൺഫിഡന്റ് ദാറ്റ് ഡിവൈൻ ഗൈഡൻസ് വിൽ ഷോ. അപ്പോ പിന്നീട് നമുക്ക് എന്താണ് ഒരു ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൈഡൻസ്, നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടും. ഷോ യു ഹൗ ടു ടേക്ക് എ കൈൻഡ്ലി ആൻഡ് ടോളറൻസ് വ്യൂ ഓഫ് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് ദി സിക്ക് പീപ്പിൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള അസുഖക്കാരായ ആളുകളുടെ മേൽ സഹനത്തോടെ വീക്ഷിക്കാനും ക്ഷമയോടെയും സഹതാപത്തോടെയും കരുതാനും, അല്ലെങ്കിൽ സഹനം എന്ന ടോളറൻസ്, വളരെ കൈൻഡ്ലി, വളരെ ദയാവായ്പോടുകൂടി അവരോട് പെരുമാറാനും നമ്മൾക്ക് സാധിക്കും ഈ ഒരു അപേക്ഷ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ. ദ സെക്കൻഡ് സൊല്യൂഷൻ ഈസ് മോർ ഇൻട്രസ്റ്റ്. അപ്പൊ ആദ്യത്തെ സൊല്യൂഷൻ എന്താണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ക്യാൻസർ രോഗിയോട് പോലെ നമുക്ക് അവരോട് പെരുമാറുക, സഹതാപം കാണിക്കുക, ടോളറൻസ്, പിറ്റി, പേഷ്യൻസ്, അതായത് സഹനം, ദയാവായ്പ്, ക്ഷമ കാണിക്കുക. പിന്നീട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, ഇവര് രോഗികളാണ്, ഇവനോട് ഞാൻ എങ്ങനെയാണ് ഇവനെ സഹായിക്കുക? ദൈവമേ, ക്രോധത്തിൽ നിന്നും അല്ലെങ്കിൽ ദേഷ്യത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള പ്രാർത്ഥന. അതാണ് ഒന്നാമത്തെ സൊല്യൂഷനായിട്ട് ദേർ ഈസ് എ സൊല്യൂഷനിൽ അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ സൊല്യൂഷനാണ് ദ സെക്കൻഡ് സൊല്യൂഷൻ ഈസ് മോർ ഇൻട്രോസ്പെക്റ്റീവ്. അപ്പൊ അതും രണ്ടാമത്തെ സൊല്യൂഷൻ കൂടുതൽ പ്രയോജനമാണ്, ആൻഡ് ഇൻ സം വേ പ്രയോജനകരമാണ്, ഇൻ സം വേസ് മോർ ചലഞ്ചിങ്. പ്രയോജനകരമാണെങ്കിലും അത് കുറച്ച് വെല്ലുവിളികൾ കൂടി നിറഞ്ഞാണ്. വിൽസൺ സജസ്റ്റ് ദ റിസെന്റ്മെന്റ്സ് ക്യാൻ ബി റിലീവ്ഡ്. അതായത് റിസെന്റ്മെന്റ്സ് നമുക്ക് ആശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയുള്ള, അല്ലെങ്കിൽ ഒരു നന്ദിയുള്ള ഹൃദയത്തിലേക്ക് മാറ്റപ്പെടും. ഇപ്പോ ബിൽ വിൽസൺ ഇവിടെ ഒരു ഉപദേശകനെ പോലെ, ഒരു മാർഗദർശകനെ പോലെ, അല്ലെങ്കിൽ നമ്മളെ ഗുണദോഷിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നതാണ്. നമ്മൾ സഹിഷ്ണുത കാണിക്കണം, സഹനശക്തി കാണിക്കണം, ക്ഷമ കാണിക്കണം. അവനോട് അലിവും കനിവും അനുകമ്പയും ദയയും, അല്ലെങ്കിൽ അവനൊരു നിർഭാഗ്യവാനായ മനുഷ്യനാണ്, അല്ലെങ്കിൽ കഷ്ടപ്പാടുള്ള മനുഷ്യനാണ്, അവനോട് നമ്മൾ ക്ഷമിക്കണം, പൊറുതി കാണിക്കണം എന്നൊക്കെ സഹനശക്തിയോടുകൂടി പെരുമാറണമെന്ന് പറഞ്ഞതിന് ശേഷം ഒരു ആത്മപരിശോധന നടത്തുന്ന ആളായി നമ്മളിലേക്ക് നമ്മൾ നോക്കുകയാണ്. നമ്മുടെ ആത്മപരിശോധന, നമ്മുടെ ഉള്ളിലുള്ള ഒരു നിരീക്ഷണം, അതെന്താണ് നമ്മളെ സഹായിക്കുന്നത്? നമുക്ക് ഒരു നന്ദിയുള്ള, ഒരു ആശ്വാസമുള്ള ഒരാളായി മാറാനായിട്ട് സഹായിക്കും. അതാണ് ഇൻട്രോപേറ്റീവ് ആൻഡ് സം വേസ് മോർ ചലഞ്ചിങ്. വിൽസൺ സജസ്റ്റ് ദാറ്റ് റിസെന്റ്മെന്റ് ക്യാൻ ബി റിലീവ്ഡ്. അങ്ങനെ റിലീവ്ഡ് ബൈ ടേക്കിംഗ് ദ ഫോക്കസ് ഓഫ് ദ ഒഫൻഡർ ആൻഡ് ലുക്കിംഗ് അറ്റ് യുവർ ഓൺ കോൺട്രിബ്യൂഷൻ ടു ദ സിറ്റുവേഷൻ. അപ്പോൾ ഒഫൻഡർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അപരാധം എന്താണ്, മറ്റുള്ളവരെങ്ങനെയാണ് കുറ്റക്കാരനായത്, നമ്മൾ മറ്റുള്ളവരിൽ കുറ്റാരോപണം നടത്തുകയാണ്. അവൻ കുറ്റം ചെയ്തവനാണ്, പാപം വിധിക്കുകയാണ്. അവരുടെ മനോവികാരങ്ങളെയും, അല്ലെങ്കിൽ ഒഫൻഡർ എന്ന് പറഞ്ഞാൽ നിയമലംഘനം നടത്തുന്ന ആളാണെന്നൊക്കെ നമ്മൾ അങ്ങ് വിധിക്കുകയാണ്. അപ്പൊ അതിന് പകരമായി മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യാണ്ട് ബിൽ വിൽസൺ പറയാണ് ആൻഡ് ലുക്കിംഗ് അറ്റ് യുവർ ഓൺ കോൺട്രിബ്യൂഷൻ ടു ദ സിറ്റുവേഷൻ. നമ്മുടെ സംഭാവന എന്താണ്? നമ്മൾ എന്താണ് ആ നീരസത്തിന് വേണ്ടി ഭാഗഭാക്കായത്? നമ്മൾ എന്തെങ്കിലും തരത്തിൽ അതിന് ആ റിസെന്റ്മെന്റ് ഉണ്ടാകാൻ വേണ്ടി സഹായകരമായിട്ട് ഘടകമായിട്ട് പ്രവർത്തിച്ചോ, അല്ലെങ്കിൽ നമ്മൾ പ്രധാന പങ്ക് വഹിച്ചോ എന്നൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം ഇറ്റ് ഈസ് അസെൻഷ്യൽ ടു എക്സാമിൻ ആൻഡ് ദെൻ ഓൺ ദ പാർട്ട് ഓഫ് യുവർ പ്ലേഡ് ഇൻ ഈച്ച് ദിസ് ഹെർട്സ് ടു ഡു ദിസ്. അപ്പോൾ ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്, അല്ലെങ്കിൽ സർവ്വപ്രധാനമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ ആവശ്യം വേണ്ട ഒരു കാര്യമാണ്. എന്താണ്? നമ്മൾ 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 അതിനകത്ത് എന്തെങ്കിലും പ്രധാന പങ്കുവഹിച്ചോ, സഹായക ഘടകമായി മാറിയോ എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകണമെന്നാണ് രണ്ടാമതായി അദ്ദേഹം ആവശ്യപ്പെടുന്നത്. എസെൻഷ്യൽ ടു എക്സാമിൻ ആൻഡ് ദെൻ ഓൺ യുവർ the part you played in the each this hurts to do this he advised the alcoholic too. അപ്പോ അദ്ദേഹം പറയണം, ആദ്യത്തെ പടിയിൽ പ്രാർത്ഥനയ്ക്കും അനുകമ്പയ്ക്കും പ്രീതിക്കും ഒക്കെ ശേഷം രണ്ടാമത്തെ കാര്യത്തിൽ എന്താണ്? നമ്മളിലേക്ക് ശ്രദ്ധിക്കുക. അവന് കുറ്റം ചെയ്തോ, അവൻ എന്തെങ്കിലും അപരാധം ചെയ്തോ എന്ന് പറയാതെ നമ്മുടെ ഭാഗത്തേക്ക് ശിക്ഷിക്കുക. അതാണ് അത്യന്താപേക്ഷിതമായത്, എസെൻഷ്യലായത്, വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം അതാണ്. സമ്പൂർണമായിട്ട് ഈ പ്രോഗ്രാം പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ എന്നിലേക്ക് നോക്കുക.
ഈ ഹർട്ട്, ഈ മുറിവേറ്റതില്, ഈ പരിക്ക് പറ്റിയതിൽ, അല്ലെങ്കിൽ നീ ഇപ്പൊ അനുഭവിക്കുന്ന ഈ മനോവേദനയില് നിനക്ക് നാശം വരുത്തിയിട്ടുള്ള ഈ കാര്യത്തിൽ നിന്റെ ഭാഗം എന്താണ്? അത് വ്യക്തമാക്കണം, എക്സ്പ്ലിസിറ്റ്, സ്പഷ്ടമാക്കണം, വിശദമാക്കണം, ഒന്നും മൂടി വെക്കരുത്. ഒളിവില്ലാതെ വിവരിക്കുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് എന്ന് വെക്കുക. ഒളിവില്ലാതെ വിവരിക്കുക, വളരെ വ്യക്തമായിട്ട് പറയുക. ഈ പീഡിതാവസ്ഥയിൽ, ദുഃഖാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരാനായിട്ട് നമ്മള് നമ്മുടെ ഈ ഹട്ട്സില് നമ്മൾ എത്തിച്ചേരാനായിട്ടുണ്ടായ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന അടുത്ത ടേക്ക് അപ്പ് യുവർ ലിസ്റ്റ് അഗെയിൻ. അപ്പൊ നമ്മൾ വീണ്ടും ലിസ്റ്റ് എടുത്തു. പുട്ടിങ് ഔട്ട് ഓഫ് യുവർ മൈൻഡ് ദ റോങ് അതേഴ്സ് ഹാവ് ഡൺ. അപ്പൊ മറ്റുള്ളവര് ചെയ്ത കാര്യങ്ങളെല്ലാം റെസൊല്യൂട്ട്ലി ലുക്ക് ഫോർ യുവർ ഓൺ മിസ്റ്റേക്ക്. അപ്പൊ നിങ്ങൾ മലയാളത്തിൽ വായിക്കും. പട്ടിക വീണ്ടും പരിഗണിക്കുമ്പോൾ മറ്റുള്ളവരുടെ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുകയും ഞങ്ങളുടെ തെറ്റുകളിലേക്ക് നോക്കുകയും ചെയ്യുന്നു. എവിടെയാണ് ഞങ്ങൾ സ്വാർത്ഥരും വഞ്ചകരും കൺകാര്യം നോക്കുന്നവരും ഭീരുക്കളുമായത്? ഞങ്ങളുടെ മാത്രം കുറ്റം കൊണ്ടല്ല ഒരു അവസ്ഥ ഉണ്ടായതെങ്കിൽ കൂടി അതിൽപ്പെട്ടയാളെ ഞങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി. എവിടെയാണ് ഞങ്ങൾ കുറ്റക്കാരായത്? ആത്മപരിശോധന ഞങ്ങളുടേതായിരുന്നു, മറ്റുള്ളവരുടേതായിരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ കണ്ടെത്തി പട്ടികയാക്കി ഞങ്ങൾ അവയെ ഞങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചു. സത്യസന്ധമായി ഞങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുകയും അവ നേരെയാക്കാൻ മനസ്സിലുള്ളവരാവുകയും ചെയ്തു. Take up your list again, putting out of your mind here the wrongs others have done. Resolutely look for your own mistakes. Where have you been selfish, dishonest, self-seeking, and frightened? Though a situation may not be entirely your fault, disregard the other person's involvement entirely. See where you have been to blame. This is your inventory, not the other's man's. When you see your fault, write it down on the list. See it before you in black and white. Admit your own honesty and be willing to set this matter straight. അപ്പോ മറ്റുള്ളവരുടെ അവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചെയ്തു, അതൊന്നും അല്ല ഇത്. കാരണം ഇത് എന്റെ ഇൻവെന്ററിയാണ്, ഞാൻ എടുക്കുന്ന ഇൻവെന്ററിയാണ്. അപ്പോൾ ഞാനാണ് പട്ടിക തയ്യാറാക്കുന്നത്, എന്റെയാണ് തെറ്റുകൾ സമ്മതിക്കുകയും അതിന് നേരെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ബിൽ എക്സ്പ്ലിസിറ്റ്, വ്യക്തമായിട്ട് പറയുകയാണ്. ഇൻസ്ട്രക്ഷൻസ്, ഒരു ഇൻസ്ട്രക്ഷൻ ഹിയർ റിക്വയർഡ് ദാറ്റ് എ ഫോർത്ത് കോളം ബി മെയ്ഡ് ടു ദി ഇൻവെന്ററി. അപ്പൊ നാലാമത്തെ കോളം കൂടി നമ്മൾ ഉണ്ടാക്കുകയാണ്. വൺ ഡീറ്റെയിലിംഗ് വാട്ട് അവർ പേഴ്സണൽ മിസ്റ്റേക്ക്, ഫോൾട്ട് ഓർ ബ്ലെയിം മേ ഹാവ് കോൺട്രിബ്യൂട്ട് ടു ദിസ് റിസൾട്ട്മെന്റ്സ്. അപ്പൊ ഈ 3 കോളമാണ് നമ്മളെ ഈ ബുക്കിൽ കാണുന്നതെങ്കിലും വീണ്ടും നമ്മളെ ഒരു നാലാമത്തെ കോളത്തിലേക്ക് അവർ നയിക്കുകയാണ്. അപ്പൊ നാലാമത്തെ കോളം എന്താണ്? ഷുബു എന്താണ് മിസ്റ്റേക്ക് ചെയ്തത്? ഷുബു എന്താണ് തെറ്റ് ചെയ്തത്? ഷുബുവിന് ബ്ലെയിം മേ ഹാവ് കോൺട്രിബ്യൂട്ട് ടു ദിസ് റിസൾട്ട്മെന്റ്സ്. അപ്പൊ എന്നെ തന്നെ എന്താണ് ഞാൻ വിധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുകയാണ്. മോർ ദാൻ ജസ്റ്റ് കോൺസ്റ്റന്റ്ലി അക്നോളജിങ് ദ സിക്നസ് ഓഫ് അതേഴ്സ്. അതായത് മറ്റുള്ളവരുടെ ഈ സിക്നസ്, അസുഖത്തെക്കുറിച്ചും മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും വിവരിക്കാതെ ഞാൻ എന്നിലേക്ക് ശരിക്കും ദിസ് അഡ്മിഷൻ ഓഫ് സം പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഫോർ വാട്ട് ഗവർണൻസ് വേ ഓഫ് ഗെയിനിങ് പെർമനന്റ് റിലീഫ് ഫ്രം ദ സ്പിരിച്വൽ മാലഡി ദാറ്റ് ദോസ് ഹു ആർ പ്ലേഗ്ഡ് ബൈ ഡീപ്പ് ആൻഡ് പ്രൈവസ് റിസൾട്ട്മെന്റ്സ്. അപ്പോ ഇങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോ ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നത്? ഇതെനിക്കൊരു വ്യക്തിപരമായ ഉത്തരവാദിത്വം തരികയാണ്. എന്ത് ഉത്തരവാദിത്തമാണ്? ഈ പെർമനന്റ് റിലീഫ്, ഒരു സ്ഥിരമായ സമാശ്വാസം കിട്ടുന്നതിന് വേണ്ടി ഈ ആത്മീയമായ അസുഖം മറ്റുള്ളവരെ ഒരു പീഡിതാവസ്ഥയിലേക്കും മറ്റു ദുഃഖാവസ്ഥയിലേക്കും ഒക്കെ എന്നെ കൂടി നയിച്ചു. കാരണം റിസെന്റ്മെന്റ് കൊണ്ട്. ദോസ് ഹു ആർ പ്ലേഗ്ഡ് എന്ന് വെച്ചാല് ഒരു രോഗം പോലെ, ഒരു പകർച്ചവ്യാധി പോലെ എന്നിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ബൈ ഡീപ്പ് ആൻഡ് പെർസവേഴ്സ് റിസെന്റ്മെന്റ്. അതിങ്ങനെ വ്യാപിക്കുകയാണ്. എന്റെ ശരീരം മുഴുവൻ, അല്ലെങ്കിൽ മനസ്സ് മുഴുവൻ വളരെ വ്യാപന ശേഷിയുള്ള ഒരു കാര്യമായി അത് മാറിയിരിക്കുന്നു. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നാലാമത്തെ കോളത്തില് എന്താണ് ഷിബു ചെയ്തത്. ഇപ്പൊ ബിൽ ഡബ്ല്യു പറയുകയാണ്. ബിൽ ഡബ്ല്യു എങ്ങനെ ബ്രൗൺസിനോട് ഇങ്ങനെ വരാനുള്ള കാരണം എന്തെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് അത് നാലാമത്തെ കോളം നമുക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്കറിയില്ല. പക്ഷെ പിന്നീടുള്ള സ്പോൺസേഴ്സ് എല്ലാം ഇത് നമ്മൾക്ക് പറഞ്ഞു തരാറുണ്ട്. എന്താണ് നിന്റെ ഭാഗം എന്ന് എഴുതുക. ഇവിടെ 1ഉം 2ഉം 3ഉം കോളത്തിനേക്കാൾ ഉപരിയായി നാലാമത്തെ കോളത്തിലാണ് നമ്മൾ ശ്രദ്ധ നൽകുന്നത്. എന്തുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നു? ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ ഒരു കാരണം എന്റെ ഫോൾട്ട് കണ്ടെത്തുക, അത് പരിഹരിക്കുക, എന്റെ പ്രശ്നങ്ങളെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. മറ്റുള്ളവരുടെ തലയിലേക്ക് ഞാൻ ഇങ്ങനെയായതിന് കാരണം അവരാണ് ഇവരാണെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ തലയിലേക്ക് തെറ്റുകളും കുറ്റങ്ങളും ഇടാതെ ഷിബുവിൻ്റെതായ പേഴ്സണൽ ആയിട്ടുള്ള അതങ്ങ് ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾ അക്നോളജ് ചെയ്യുകയാണ്. മറ്റുള്ളവരുടെ സിക്നസ്, അസുഖമല്ല ഇവിടെ പറയുന്നത് എന്നാണ് അങ്ങ് ചരിത്രകാരൻ പറയുന്നത്. അടുത്തത് ഫിയേഴ്സ്, ഭയം.
അപ്പൊ അടുത്ത കോളത്തിലേക്ക് പോകുമ്പോൾ ഭയമാണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ഇൻവെന്ററി. അപ്പൊ അടുത്ത കാര്യം ഭയത്തെ പറ്റി വിശദമായിട്ട് ഒന്ന് പുനഃപരിശോധിക്കുകയാണ്. വിൽസൺ ആസ്ക് ദ റീഡർ ടു നോട്ടീസ് ദാറ്റ് ദ വേർഡ് ഫിയർ ഈസ് ബ്രാക്കറ്റഡ് alongside the difficulties with Mr. Brown and also alongside which of the other three people present in this example. അപ്പം നമുക്കറിയാം ഈ ഭയത്തിന്റെ ലിസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് ആ കോളത്തിൽ നോക്കുമ്പോൾ അറിയാം 64 പേജിലുള്ള അതിനകത്ത് ചില ബ്രാക്കറ്റിൽ ഭയം എന്ന് കൊടുത്തിട്ടുണ്ട്. ഭയം, മിസ്സസ് ജോൺസിനോട് ഭയം, പിന്നെ എന്റെ മുതലാളിയോട് ഭയം, അങ്ങനെ ഒരു ഭയം എന്ന് പറഞ്ഞൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വിൽസൺ ആസ്ക് ദ റീഡർ ടു നോട്ടീസ്, നിങ്ങൾ അങ്ങോട്ട് നോക്കാനാണ് ദ വേർഡ് ഫിയർ ഓഫ് ബ്രാക്കറ്റ് അലോങ്സൈഡ് ദ ഡിഫിക്കൽട്ടീസ് വിത്ത് മിസ്റ്റർ ബ്രൗൺ. മിസ്റ്റർ ബ്രൗണിനോട് ഉണ്ടായ ബുദ്ധിമുട്ടുകളും ആൻഡ് ഓൾസോ അലോങ്സൈഡ് ഈച്ച് ഓഫ് ദ അതർ 3 പീപ്പിൾ, മറ്റ് 3 പേരോടുണ്ടായ ആളുകളോടും ഭയത്തെ പറ്റിയുള്ള ഭയം ഉണ്ടായി എന്നുള്ളത് ബ്രാക്കറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്ന് വായനക്കാരനോട് പറയാണ്. ഫിയർ ഹി സൈസ്, അവൻ ഭയത്തെ കുറിച്ച് അവൻ പറയാണ്, ടച്ചസ് ഓൾ ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്സ്. ഭയം നമ്മളുടെ എല്ലാ ഭാഗങ്ങളിലും തൊടും. ഇറ്റ് ഈസ് ആൻ ഈവിൾ ആൻഡ് അക്കോർഡിംഗ് ത്രെഡ് ഓഫ് ദ ഫാബ്രിക് ഓഫ് അവർ എക്സിസ്റ്റൻസ്. അപ്പൊ ഭയത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് പറയുന്നത്? അത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫാബ്രിക് ഓഫ് അവർ എക്സിസ്റ്റൻസ്, നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ച ഒരു കാര്യമായിട്ടാണ് ഭയത്തെക്കുറിച്ച് ഈവിൾ ആൻഡ് കൊറോഡിങ് ത്രെഡ് എന്ന്. അപ്പൊ ഒരു പൈശാചികമായിട്ടുള്ള ഒരു ത്രെഡാണത്. ഇറ്റ് കോസസ് ഓഫ് us more trouble and misfortune than we can ever realize until we take a hard look at the ways in which it is controlling our life. അപ്പൊ ഈ ഭയം എന്ന് പറയുന്നത് വളരെ ട്രബിളാണ്, മിസ്ഫോർച്യൂൺ ആണ്, അതായത് വിധിയാണ്. അതെങ്ങനെയാണ് നമ്മളത് തിരിച്ചറിയണം, എങ്ങനെ നമ്മൾ ഇതിനകത്ത് ശക്തമായിട്ടുള്ള ഒരു നോക്കൽ, ഒരു വീക്ഷണം നടത്തണം. എന്തൊക്കെയാണ് കൺട്രോളിങ് അവർ ലൈഫ്സ്. ഭയം നമ്മളെ പലപ്പോഴും വളരെയധികം പലപ്പോഴും നമ്മൾ വഴക്കിടുന്നതും പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുന്നതും പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുന്നതും എല്ലാം ഈ ഭയം കൊണ്ടാണ്. the first step toward eliminating this fears is to take another inventory. അപ്പൊ ഈ ഭയത്തെ കുറിച്ചുള്ള ഈ നമ്മളെ നമുക്കുള്ള ഈ പേടി പ്രശ്നം പരിഹരിക്കുന്നതിനായി നമ്മൾ മറ്റൊരു ലിസ്റ്റ് കൂടി എടുക്കാനായിട്ട് BW ആവശ്യപ്പെടുവാണ്. റിവ്യൂ യുവർ ഫിയേഴ്സ് തറോലി, അതായത് ഞങ്ങളുടെ ഭയത്തെ വിശദമായി പുനഃപരിശോധിച്ചു. പുട്ട് ദം ഓൺ പേപ്പർ ഈവൻ ദോ യു ഹാവ് നോ റിസർമെന്റ്സ് ഇൻ കണക്ഷൻ വിത്ത് ദം. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അമർഷമില്ലെങ്കിലും ഞങ്ങൾ അത് കടലാസിൽ പകർത്തി. ആസ്ക് യുവർ സെൽഫ് വൈ യു ഹാവ് ദം, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കുള്ളതെന്ന് ഞങ്ങളോട് തന്നെ ചോദിച്ചു. ഈസന്റ് ഇറ്റ് ബിക്കോസ് സെൽഫ് റിലയൻസ് ഹാസ് ഫെയിൽഡ് യു, സ്വാശ്രയബോധം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? സ്വാശ്രയബോധം ഒരു വേള ഉണ്ടായിരുന്നു, പക്ഷെ നിലനിന്നില്ല. സെൽഫ് റിലയൻസ് വാസ് ഗുഡ് ആസ് ഫാർ ആസ് ഇറ്റ് വെന്റ് ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഗോ ഫാർ എനഫ്. അതായത് അത് സ്വാശ്രയബോധം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? സ്വാശ്രയബോധം ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷെ നിന്നില്ല. ഞങ്ങളിൽ ചിലർക്ക് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. Some of us once had great self-confidence, but it didn't full solve a fear problem or any other. അപ്പൊ പക്ഷേ പേടി പ്രശ്നം അത് പരിഹരിച്ചില്ല. മറ്റു പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ധാർഷ്ട്യമുണ്ടായപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി. When it made us cocky, it was worse. കൊക്കി എന്ന് പറഞ്ഞാല് ധാർഷ്ട്യമുള്ളപ്പോൾ അത് കൂടുതൽ ഭയം വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഹൗ ഇറ്റ് വർക്ക്സ് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് പേടിയെ കുറിച്ച് അല്ലെങ്കിൽ ഭയത്തെ കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. ചരിത്രം വിശദീകരിക്കുന്ന ഭാഗത്തേക്ക് പോകാം. റൈറ്റിംഗ് സച്ച് എ ലിസ്റ്റ് ക്ലാരിഫൈ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് പെർവേസീവ്നെസ് ഓഫ് ഫിയർ. അപ്പം ഈ പറയുന്ന ലിസ്റ്റ് കൃത്യമായി വിവരിക്കുന്നത് ഫിയർ വിച്ച് ഓൾമോസ്റ്റ് അൺനോട്ടീസ്ഡ്, അതായത് ഡ്രൈവ്സ് അവർ ബിഹേവിയർ. ഈ പലപ്പോഴും ഈ ഫിയർ, ഭയം, ആയിരക്കണക്കിന് ഭയമുണ്ട്. അത് പലപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യാറില്ല. അത് നമ്മളെ എങ്ങോട്ട്, നമ്മുടെ സ്വഭാവത്തിലേക്ക് നമ്മൾ തിരിച്ചുവിടും. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ ജോലി സ്ഥലത്ത് എന്നെ പറ്റി ഒരു കൂട്ടുകാരൻ പോയി കംപ്ലൈന്റ് പറഞ്ഞു എന്ന് വെച്ചു, എന്റെ സുഹൃത്ത് അല്ലെങ്കിൽ സഹപ്രവർത്തകൻ. അപ്പൊ എന്റെ ഭയം എന്താണ്? എനിക്ക് ജോലി നഷ്ടപ്പെടുക. അപ്പൊ എനിക്കുണ്ടാകുന്ന എന്താണ്? അവനോടുള്ള ഒരു ദേഷ്യം. പെട്ടെന്ന് ഞാൻ അവനെ വിളിച്ച് നീ എന്തിനാണ് അതങ്ങനെ സംസാരിച്ചത് എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം. അപ്പൊ ഇത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലും ഭാര്യ ദേഷ്യപ്പെടുമ്പോഴും
അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഇതുണ്ടാകണം. അപ്പൊ ഇത് ഡ്രൈവ്സ് അവർ ബിഹേവിയർ. അപ്പൊ നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഭയം. അപ്പൊ പലപ്പോഴും ഞാൻ ആലോചിച്ചു, എന്തിനാണ് റിസെന്റ്മെന്റ് നമുക്ക് എടുത്താൽ പോലും, എന്തുകൊണ്ടാണ് ഈ ഭയം എടുക്കുക? അപ്പൊ നൂറുകണക്കിന് ഫോം ഭയങ്ങളുണ്ട്. ഈ ഭയത്തെ നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ സ്വഭാവത്തെ നമുക്ക് അല്ലെങ്കിൽ ആ ഭയം മാറ്റിയാൽ മാത്രമേ നമ്മുടെ സ്വഭാവത്തെ നമുക്ക് നേരെയാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ബിൽ ഡബ്ല്യു ഇവിടെ പറയുക. ബട്ട് ഹൗ ടു ബി ഫ്രീ ഓഫ് ദിസ് ഇൻസീഡിയസ് ടിറാനി? അപ്പൊ ഇത്തരം ഒരു ഉപജാപകത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഫ്രീ ആവും? ബിൽ നോട്ട്സ് ദാറ്റ് ദ മെമ്പേഴ്സ് ഓഫ് ആൽക്കഹോളിക് അനോണിമസ് ബിലീവ് ഇറ്റ് ഈസ് പോസിബിൾ ടു വാങ്ക്വിഷ് ഫിയർ. അപ്പൊ നമ്മൾ ആൽക്കഹോളിക് അനോണിമസിലെ അംഗങ്ങൾ വിശ്വസിക്കുന്നത് ഭയത്തെ അകറ്റാൻ കഴിയുമെന്നാണ്. ദേ ആർ കൺവിൻസ്ഡ് ദെയർ ഇസ് എ ബെറ്റർ വേ ദാറ്റ് ഹി അലൗഡ് ദം ടു ഓവർകം ദ ടെറിബിൾ ഇമ്പാക്ട്. അതായത് അവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആത്മാവ വിശ്വാസം ഉള്ളത്, അവരവരുടെ ജീവിതത്തില് ഈ ഭയത്തിൽ ഓവർകം ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കടന്നു പോകും, ദ ടെറിബിൾ ഇമ്പാക്ട് ഫിയർ ഹാസ് ഹാഡ് ഇൻ ദയർ ലൈഫ്സ് ആൻഡ് ടു അറൈവ്സ് ഇൻ പ്ലേസ് വെയർ ദർ ക്യാൻ മാച്ച് കലാമിറ്റി വിത്ത് സെറനിറ്റി. അതായത് ഒരു കാലത്ത് ഭയമായിരുന്നു നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത്. ആ ഭയത്തിൽ നയിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഹാർഡ് ദെൻ ഫിയർ ഹാസ് ഹാർഡ് ഇൻ ദെയർ ലൈഫ്സ് ആൻഡ് ടു അറൈവ് ഇൻ പ്ലേസ് വെയർ ദേ ക്യാൻ. അപ്പം ഈ ഭയമാണ് നമ്മൾ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്? ഈ മദ്യപാനത്തിന്റെ ദുരിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത്. പക്ഷെ ഇപ്പോ നമുക്ക് മാച്ച് കലാമിറ്റി വിത്ത് സെറേനിറ്റി, ആ ദുരിതത്തെ നമ്മള് നമ്മുടെ സുബോധാവസ്ഥയുടെ ശാന്തത കൊണ്ട് നേരിടുകയാണ്. ദേ ഹാവ് ലേൺഡ്, അവൻ പഠിച്ചു. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങൾ പഠിച്ചു. എന്താണ് പഠിച്ചത്? ദാറ്റ് ദ കീ ടു സക്സസ്, വിജയിക്കാനുള്ള മന്ത്രം എന്ന് പറയുന്നത്, ഇൻ ദിസ് ഏരിയസ് ടു പുട്ട് ദെയർ ട്രസ്റ്റ് ഇൻ ദ ഇൻഫിനിറ്റ് ഗോഡ് റാദർ ദാൻ ദെയർ ഫിനിറ്റ് സെൽഫ്. അപ്പോ പല മാർഗങ്ങളും ഉണ്ടാവാം. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങള് ഒരു പുതിയ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്. അവര് ദൈവത്തിൽ ആശ്രയിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. അനന്തമായ ദൈവത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ വിശ്വസിക്കുകയാണ്. അവരുടെ സ്വയം സെൽഫ് വില്ലിൽ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം അഹങ്കാരത്തിലോ അഹത്തിലോ അല്ല, ദൈവം ഏൽപ്പിച്ച, അല്ലെങ്കിൽ അവരുടെ മുതലാളി, നമുക്കറിയാം മൂന്നാം പടിയിലെ മുതലാളി, ഫാദർ, പ്രിൻസിപ്പൽ. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ദൈവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടാവും. അപ്പൊ അവനെ ഏൽപ്പിച്ച് പണി ചെയ്യാനാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ ഈ ലോകത്തിലുള്ളതെന്നാണ് അവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത്. അവിടുന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാനും വിനീതമായി അവനിൽ ആശ്രയിക്കാനും വേണ്ടി മാത്രം. അപ്പം സർവനാശത്തെ നന്മയോട് ചേർക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചേക്കും. അപ്പോ ഭയം എന്നുള്ള ഇതുകൊണ്ട് ഉൾപ്പെട്ടിക്കൊണ്ട് കുടി എന്നുള്ള വലിയ സാഹസികതയിലേക്ക് പോകാതെ, എന്തു പ്രശ്നമുണ്ടാകുമ്പോഴും, വീട്ടിലൊരു വലിയ കുഴപ്പമുണ്ടാകുമ്പോഴും, ജോലി സ്ഥലത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോഴും, അവനവന്റെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, അവരുടെ സ്വയം അല്ലെങ്കിൽ അഹം പറയുന്നത് പോലെ അല്ല അവരിപ്പോ ജീവിക്കുന്നത്. അവരിപ്പോൾ മൂന്നാം പടിയിൽ വെച്ച് ദൈവത്തിനെ, അവരുടെ സൃഷ്ടികർത്താവിനെ അവരുടെ ഗൈഡായിട്ടും പ്രിൻസിപ്പളായിട്ടും ഫാദറായിട്ടും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് അവരുടെ ദൈവത്തിലേക്കാണ് അവരുടെ ശ്രദ്ധ. ഡയറക്ടർ, പ്രിൻസിപ്പൽ, ഫാദർ, കാര്യനിർവാഹകൻ, തൻ്റെ ഏറ്റവും പ്രധാനി എൻ്റെ ദൈവമാണ്, തലവൻ എൻ്റെ ദൈവമാണ്, പിന്നെ എൻ്റെ അച്ഛൻ, എൻ്റെ ജനേതാവ് എൻ്റെ കാര്യങ്ങൾ നോക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അവർ. അവിടെ നിന്നാണ് അവർ ഈ ഭയത്തെ ദൂരീകരിക്കാൻ ശ്രമിക്കുന്നത്. They have learned that the key to success in this is to put their trust in their infinite God rather than their infinite self. അപ്പോൾ അഹത്തിലല്ല അവർ വിശ്വസിക്കുന്നത്, അവർ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. വൺസ് അഗെയിൻ ദ റീഡർ ഈസ് എൻകറേജ്ഡ് ടു പ്രേ. വീണ്ടും ഈ പറയാണ്, നിങ്ങൾ ഒരിക്കൽ കൂടി ദൈവത്തോട് ഈ സർവനാശത്തെ നന്മയോട് ചേർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വൺസ് അഗെയിൻ ദ റീഡർ ഈസ് എൻകറേജ്ഡ് ടു പ്രേ, ആസ്ക് ഹിം ടു റിമൂവ് യുവർ ഫിയർ and direct your attention to what he would have to be. At once you will commence to outgrow fear. അപ്പോ വീണ്ടും ഒരു വാക്കിലാണ് മലയാളത്തിൽ എഴുതിയേക്കുന്നത്, ആസ്ക് ഹിം ടു റിമൂവ് യുവർ ഫിയർ ആൻഡ് ഡയറക്റ്റ് യുവർ അറ്റൻഷൻ
to be. At once you will come and start to fear. പകരം ഞങ്ങൾക്ക് ദൈവത്തെ പ്രതി പശ്ചാത്തപിക്കേണ്ടി വന്നില്ല അവിടെ അവരുടെ ദൈവത്തിൽ. അപ്പൊ ഞാനത് ആ പാരഗ്രാഫ്, ഞങ്ങളുടെ സൃഷ്ടാവിൽ ആശ്രയിച്ചിട്ട് ഞങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. ആത്മീയത കഴിവുകേടിന്റെ വഴിയാണെന്ന് കരുതുന്നവരെ ഓർത്ത് ഞങ്ങൾ ചിരിക്കുന്നു. വിരോധാഭാസം എന്ന് പറയട്ടെ, അത് ശക്തിയുടെ മാർഗമാണ്. യുഗങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. വിശ്വാസം എന്നാൽ ധീരത എന്നാണ്. വിശ്വസിക്കുന്നവർക്കെല്ലാം ധൈര്യവുമുണ്ട്. അവർ അവരുടെ ദൈവത്തിൽ വിശ്വസിച്ചു. ഞങ്ങൾക്ക് ദൈവത്തെ പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. പകരം ഞങ്ങളിലൂടെ അവിടത്തേക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് കാട്ടിത്തരുവാൻ ഞങ്ങൾ അവിടുത്തെ അനുവദിച്ചു. ഞങ്ങളുടെ പേടി മാറ്റി ഞങ്ങൾ എന്താകാനാണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നത് കാട്ടിത്തരുവാൻ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചു. പെട്ടെന്ന് ഞങ്ങൾ പേടിയിൽ നിന്ന് മുക്തരായി. അപ്പോ ആ ഒരു വാക്ക് എന്താണ് അപേക്ഷിച്ചത്? അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പേടി മാറ്റി ഞങ്ങൾ എന്താകാനാണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചു, അല്ലെങ്കിൽ കാട്ടിത്തരാൻ ഞങ്ങൾ ആസ്ക് ഹിം ടു റിമൂവ് യുവർ ഫിയർ ആൻഡ് ഡയറക്റ്റ് യുവർ അറ്റൻഷൻ ടു വാട്ട് ഹി വുഡ് ഹാവ് യു ബി. നമ്മൾ എങ്ങനെയാ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്നെ കാണിച്ചതാ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അങ്ങനെ അറ്റ് വൺസ് യു വിൽ കമൻസ് ടു ഔട്ട് ഗ്രോ. അപ്പൊ നമ്മള് പേടിയിൽ നിന്ന് ഔട്ട് ഗ്രോ എന്ന് പറഞ്ഞാൽ പേടിയിൽ നിന്ന് മുക്തരായി. ഔട്ട് ഗ്രോ ഫിയർ, ആ പേടിയിൽ നിന്ന് മുക്തരായി. Fearful himself that this constant mention of God and prayer might be alienating the reader. വീണ്ടും നമ്മളെ ശല്യപ്പെടുത്താൻ, അതായത് വീണ്ടും പ്രാർത്ഥിക്കുന്നു, വീണ്ടും അപേക്ഷിക്കുന്നു. ഇതൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും വിഭാഗത്തിന്റെയോ ഏതെങ്കിലും വർഗത്തിന്റെയോ ഏതെങ്കിലും ജാതിയുടെയോ ഭാഗമാണോ എന്ന് പക്ഷെ റീഡർ, വായനക്കാരൻ ഒരു പക്ഷേ സംശയിക്കാം. Such a reliance being commonly regarded as a sign of dependent weakness rather than autonomous strength. Wilson makes an implicit plea for a new understanding on this issue. അപ്പം വീണ്ടും ബിൽവിൽസൺ പറയാണ്, ആത്മീയത എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. ഓട്ടോണോമസ് സ്ട്രെങ്ത്, അവനവന് കിട്ടുന്ന ഒരു ശക്തിയാണ്. വിൽസൺ മേക്സ് ആൻ ഇംപാഷണഡ് പ്ലീ. അപ്പൊ അത് തെളിയിക്കുന്നതിനായി വീണ്ടും അദ്ദേഹം ഒരു വലിയ പാരഗ്രാഫിലൂടെ അദ്ദേഹം ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ ഓൾറെഡി അത് വായിച്ചു. യു മസ്റ്റ് നെവർ അപ്പോളജൈസ് ടു എനിവൺ ഫോർ ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ക്രിയേറ്റർ. ഞങ്ങളുടെ സൃഷ്ടാവിൽ ആശ്രയിച്ചതിന് ഞങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. യു ക്യാൻ ലാഫ് അറ്റ് ദോസ് ഹൂ തിങ്ക് സ്പിരിച്വലി ദ വേ ഓഫ് വീക്ക്നെസ്. ആത്മീയത കഴിവുകേടിന്റെ വഴിയാണെന്ന് കരുതുന്നവരെ ഓർത്ത് ഞങ്ങൾ ചിരിക്കുന്നു. പാരഡോക്സിക്കലി ഇറ്റ് ഈസ് ദ വേ ഓഫ് സ്ട്രെങ്ത്. വിരോധാഭാസം എന്ന് പറയട്ടെ, അത് ശക്തിയുടെ മാർഗമാണ്. ദ വേർഡിക്റ്റ് ഓഫ് ദ ഏജസ് ഈസ് ദാറ്റ് ഫെയ്ത്ത് മീൻസ് കറേജ്. യുഗങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. വിശ്വാസം എന്നാൽ ധീരതയാണെന്നാണ്. ഓൾ മെൻ ഓഫ് ഫെയ്ത്ത് ഹാവ് കറേജ്. വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും ധൈര്യമുണ്ട്. They trust their God. അവർ അവരുടെ ദൈവത്തിൽ വിശ്വസിച്ചു. നെവർ അപ്പോളജൈസ് ഫോർ ഗോഡ്. അവർ ഞങ്ങൾക്ക് ദൈവത്തെ പ്രതി പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. ഇൻസ്റ്റഡ് ലെറ്റ് ഹിം ഡെമോൺസ്ട്രേറ്റ് ത്രൂ യു വാട്ട് ഹി ക്യാൻ ഡു. പകരം ഞങ്ങളിലൂടെ അവിടത്തേക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുന്നത് എന്ന് കാട്ടിത്തരാൻ ഞങ്ങൾ അവിടുത്തെ അനുവദിച്ചു. He tells us that a searching and fearless inventory will uncover the unacknowledged fears that drive so much of your behavior, but the solution is immediately at hand. God will temper and even relieve this ubiquitous courage of fear from your life if only you will ask him. അപ്പോ നമ്മൾ അത് പറയുന്നത് ഇങ്ങനെ ഭയം കൂടാതെ വളരെ ധാർമ്മിക നിലവാരത്തെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ കരുതുന്നത് നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, അല്ലെങ്കിൽ നമുക്ക് നമുക്ക് വെളിവാകും. ഈ ഭയമാണ് നമ്മളുടെ സ്വഭാവത്തിനെ നിയന്ത്രിച്ചിരുന്നത്. നമ്മൾ ദേഷ്യപ്പെട്ടിരുന്നത്, നമ്മൾ നിരാശയിലായത്, ഇപ്പൊ എനിക്ക് 50-ാമത്തെ വയസ്സാവുമ്പോൾ അപ്പൊ പലപ്പോഴും ഭയപ്പെട്ടിരുന്ന, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഭയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. എൻ്റെ ജോലി പോകുമോ എന്ന് ഭയപ്പെട്ടു, എൻ്റെ ജോലി തിരിച്ചു കിട്ടുമ്പോൾ. ഞാൻ ഓർക്കുന്നുണ്ട്, ആൽക്കോളിസ് ന്യൂസിൽ വന്ന് 3-ാമത്തെ മാസമാണ് എൻ്റെ ജോലി നഷ്ടപ്പെടുന്നത്. അപ്പൊ ആ ജോലി നഷ്ടപ്പെടുമ്പോൾ 6 മാസം ഞാൻ സസ്പെൻഷനിൽ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് എന്ത് ഭയമായിരുന്നു, ആ ജോലി തിരിച്ചു കിട്ടുമെന്ന്. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോ ഞാൻ കുടിക്കാൻ പോയില്ല. 6 മാസവും ഞാൻ അനേകം ആൽക്കോളിസമിന്റെ മീറ്റിംഗിൽ സഞ്ചരിക്കുകയും UK എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് തവണ സഞ്ചരിക്കുകയൊക്കെ ചെയ്ത് മീറ്റിങ്ങിലൂടെ സഞ്ചരിച്ചു. അവിടെ വെച്ച് എനിക്ക് കൂടുതൽ ശക്തി കിട്ടി. ഒരു സെക്കൻഡ്
ഓക്കെ, ഒരു സെക്കൻഡ്, എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഞാൻ പറയുന്നത്, അപ്പൊ അങ്ങനെയുള്ള ഭയമൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പം ഇവിടെ ഉം, ചരിത്രകാരൻ പറയാണ്, ഇങ്ങനെയുള്ള ഭയങ്ങളെയാണ് നമ്മൾ ഈ ബിഹേവിയറിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ബട്ട് ദ സൊല്യൂഷൻ ഈസ് ഇമ്മീഡിയറ്റ്ലി അറ്റ് ഹാൻഡ്. അതുകൊണ്ട് പരിഹാരം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. എന്താണ്? ഗോഡ് വിൽ ടെമ്പർ ആൻഡ് ഈവൻ റിലീവ്. ദൈവമാണ് ഇത് നമുക്ക് കാണിച്ചു തരും. ദിസ് അബിക്വിഷ്യസ് കൊറേജ് ഓഫ് ഫിയർ ഫ്രോം യുവർ ലൈഫ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫോം ഓഫ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭയത്തിന്റെ ഈ ശേഖരണം നമ്മളിൽ നിന്ന് ദൈവം തുടച്ചു മാറി. ഈ ഫോൺലി യു വിൽ ആസ്ക് ഹിം. എന്താണ് ആസ്ക് എന്നുള്ള വാക്ക് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ആസ്ക് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക, ചോദിക്കുക. അവനോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ആ ഭയത്തിൽ നിന്ന് വിട്ടകലാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് സെക്ഷൽ ബിഹേവിയർ ആണ്. ഇപ്പം നോട്ട് അബൌട്ട് സെക്സ് വിത്തൗട്ട് ഫോഴ്സിങ് ഫോർ ബ്രീത്ത്. സോറി, നോട്ട് അബൌട്ട്, നൗ അബൌട്ട് സെക്സ്. ഇനി അല്പം ലൈംഗികത, വിത്തൗട്ട് ഫോഴ്സിങ് ഫോർ ബ്രീത്ത്. അപ്പോ ഒരു ശ- ഒരു അടുത്ത ഭയത്തിൽ നിന്ന് ഉടനെ തന്നെ ഒരു ചെറിയ ശ്വാസമെടുക്കലിന് സമയം തരാതെ വായനക്കാരിലേക്ക് അദ്ദേഹം പറയാണ്, നൗ അബൌട്ട് സെക്സ്, ഇനി അല്പം ലൈംഗികത. വിൽസൺ ഓപ്പൺസ് ദ നെക്സ്റ്റ് പാരഗ്രാഫ് വിത്ത് ദിസ് വൺ ഷോർട്ട് സെന്റൻസ്. വീണ്ടും ഒരു ചെറിയ സെന്റൻസിലൂടെ അദ്ദേഹം പറയാണ്, വിച്ച് ഈസ് ഗ്യാരണ്ടീഡ് ടു ഗ്രാബ് ദ റീഡേഴ്സ് അറ്റൻഷൻ. അതായത് റീഡേഴ്സിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം, ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗ്യാരണ്ടീഡ് ടു ഗ്രാബ്, അതായത് ഒരു വാഗ്ദാനം കൊടുക്കണം. സജസ്റ്റിംഗ് ദാറ്റ് ദ റീഡർ, ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ക്യാൻ പ്രോബബ്ലി സ്റ്റാൻഡ് ആൻ ഓവർ ഹോളിംഗ് ഇൻ ദിസ് ഏരിയ. ഞങ്ങളിൽ പലർക്കും ഇവിടെ ഒരു അഴിച്ചുപണി വേണ്ടി വന്നു. എല്ലാത്തിനും ഉപരി ഈ കാര്യത്തിൽ ഔചിത്യബോധമുള്ളവരാകാൻ ഞങ്ങൾ ശ്രമിച്ചു. ക്യാൻ പ്രോബബ്ലി സ്റ്റാൻഡ് ആൻ ഓവർ ഹോളിംഗ്. ഹി നോട്ട്സ് ദാറ്റ് ഇറ്റ് ഹാസ് സോ ഫാർ ബീൻ നെസസറി ഫോർ എവരി വൺ ഹു ജോയിൻഡ് ദ ഫെലോഷിപ്പ്. അപ്പോ ആൽക്കഹോളിസം, ഈ ഒരു വാക്ക് വളരെയധികം ശ്രദ്ധിക്കണം. എവരി വൺ ഹൂ ജോയിൻഡ് ദ ഫെലോഷിപ്പ്. അപ്പോ നമ്മുടെ ഫെലോഷിപ്പിൽ, കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന എല്ലാവരേക്കും ബാധിക്കുന്ന ഒരു, ഹി നോട്ട്സ് ദാറ്റ് ഇറ്റ് ഹാസ് ഫാർ ബീൻ നെസസറി ഫോർ എവരി വൺ. എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അല്ലാണ്ട് അവനും ഇവനും മറ്റവനും എൻ്റെ അടുത്തിരിക്കണവനും അല്ല, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇത് ആവശ്യമുള്ളതാണ്, ഈ ഒരു ഏരിയ. ബട്ട് ബിഫോർ അഡ്രസ്സിങ് ദിസ് ട്രബിൾ സം ടോപ്പിക്, അപ്പോൾ ഈ കുഴപ്പം പിടിച്ച ഈ ടോപ്പിക്കിലേക്ക് പറയുന്നതിന് മുമ്പ് ബിൽ പ്രീഫേസസ് ഹിസ്, ഒരു ആമുഖം കൊടുക്കുകയാണ്. ഹിസ് റിമാർക്സ്, അവന്റെ ചില റിമാർക്കുകളിലൂടെ, ചില അഭിപ്രായങ്ങൾ പറയുന്നുള്ളൂ. വിത്ത് എ പാരഗ്രാഫ് ഡിസ്റ്റൻസിങ് ഹിംസെൽഫ് ഫ്രം ദ കൊമേർ ഓഫ് കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻ സറൗണ്ടിങ് ദിസ് ഡെലിസിറ്റ് സബ്ജക്ട്. അപ്പോ ഈ ഈ സബ്ജക്റ്റിലേക്ക് ഊന്നി കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളും ചില കാര്യങ്ങളും പറയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ആൽക്കഹോളിസം അനോസിനുള്ളിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഈ ഭാഗം കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ലേബലിംഗ് ബോത്ത് ദ പുരിറ്റൻ ആൻഡ് ദ മോഡേൺ സൈക്കോളജിക്കൽ അപ്രോച്ചസ് ആസ് സ്ട്രീംസ്. ഇപ്പം one school would allow men no flavor for his face, and the other would have all the straight pepper diet. He states anecdotally that alcoholism wants to stay out of his converse. We are not here, he says, to promulgate the correct theory about your sexual behavior. In fact, we do not want to be the arbiter of anyone's sex conduct. We all have sex problem. We had hardly be human if we didn't. The only important question is, what can we do about them? അപ്പോ പാരഗ്രാഫിൽ ഇനി അല്പം ലൈംഗികത. ഞങ്ങളിൽ പലർക്കും ഇവിടെ ഒരു അഴിച്ചുപണി വേണ്ടി വന്നു. എല്ലാത്തിനും ഉപരി ഈ കാര്യത്തിൽ ഔചിത്യ ബോധമുള്ളവരാകാൻ ഞങ്ങൾ ശ്രമിച്ചു. പാളത്തിന് വെളിയിൽ ചാടാൻ എളുപ്പമായിരുന്നു. പൊതുജന അഭിപ്രായങ്ങൾ അതിരുകടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഒരുപക്ഷെ അസംബന്ധങ്ങൾ. ഒരു കൂട്ടർ പറഞ്ഞു സെക്സ് ഒരു അധമ വികാരമാണെന്ന്, ഉൽപാദനത്തിലുള്ള ഒരു അടിസ്ഥാനം മാത്രം എന്ന് മറ്റൊരു. കൂടുതൽ സെക്സിന് വേണ്ടി കരയുന്നവരുടെ ശബ്ദവും ഞങ്ങൾ ഇതിലിടയിൽ കേട്ടു. വിവാഹ നിയമങ്ങളെ പ്രതിഫലിപ്പിക്കുന്നവരുണ്ട്. മനുഷ്യവർഗത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ സെക്സ് കാരണമെന്ന് കരുതുന്നവരുണ്ട്. ഞങ്ങൾക്ക് അത് വേണ്ടുവോളം ഇല്ലെന്ന് ചിലർ കരുതുന്നു. ഉള്ളത് തന്നെ ശരിയായ വിധത്തിലല്ലെന്ന് മറ്റുള്ളവർ. അതിന്റെ ലക്ഷണങ്ങൾ അവർ എവിടെയും കണ്ടു. ഒരു കൂട്ടർ മനുഷ്യന്റെ ആഹാരത്തിൽ ഒരു പൊടിയും ചേർക്കണമെന്ന് പറയുമ്പോൾ മറ്റൊരു കൂട്ടർ മുളക് പൊടി തന്നെ ചേർക്കണമെന്ന് പറയുന്നു. ഈ തർക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആരുടെയും ലൈംഗിക പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥം പറയുന്നവരല്ല. ആൽക്കഹോളിസം അനോണിമസിലെ പഴമക്കാരൊക്കെ നമ്മൾ പറയാണ്ട്, ആരെങ്കിലും ഈ പറയുന്ന ലൈംഗിക പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ അത് ഡോക്ടറുടെ അടുത്തോ ഒരു ഫാമിലി കൗൺസിലറുടെ അടുത്തൊക്കെ പോകും. കാരണം അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനോ മധ്യസ്ഥം പറയാനോ നമ്മൾ നിൽക്കുന്നില്ല. അതില്ലെങ്കിൽ ലൈംഗികത വേണം. അതില്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യരല്ല. ഇതിനായി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്
വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ദം? അപ്പോ അടുത്തത് എന്താണ്? ഞങ്ങളുടെ കഴിഞ്ഞകാല സ്വഭാവം ഞങ്ങൾ പുനഃപരിശോധിച്ചു. എവിടെയാണ് ഞങ്ങൾ സ്വാർത്ഥരും സത്യസന്ധതയുമല്ലാത്തവരും പുറന്തള്ളപ്പെട്ടവരുമായത്? ആരൊക്കെയാണ് ഞങ്ങൾ മുറിവേൽപ്പിച്ചത്? ഞങ്ങൾ അന്യായമായ അസൂയയും സംശയവും പുരുഷ സ്വഭാവമുള്ളതായിരുന്നില്ലേ? ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? മറിച്ച് എന്ത് ചെയ്യാനാകുമായിരുന്നു? ഞങ്ങൾ ഇതെല്ലാം കടലാസിൽ പകർത്തി പരിശോധിച്ചു. അപ്പോ പുനഃപരിശോധിക്കുകയാണ് കഴിഞ്ഞ കാലത്ത്. വൺസ് അഗൈൻ ദ പ്രോപ്പർ അപ്രോച്ച് ബിഗിൻസ് വിത്ത് ആൻ ഇൻവെന്ററി. അപ്പൊ നമ്മൾ വീണ്ടും പുനഃപരിശോധിക്കുകയാണ്. ഹി ഇൻസ്ട്രക്ട് റീഡേഴ്സ് ടു റിവ്യൂ ദെയർ ഓൺ സെക്ഷൽ കണ്ടക്ട്. അതായത് ഓരോ വായനക്കാരനും, ഇപ്പൊ ഞാൻ വായനക്കാരനാണ്, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ സെക്ഷൽ കണ്ടക്ട്, എന്റെ ഈ ലൈംഗിക സ്വഭാവം ഓവർ ദ ഇയേഴ്സ്, വർഷങ്ങളായി എന്റെ വയൽ ഡൂയിങ് സോ ഹോണസ്റ്റ്ലി അഡ്മിറ്റ് ദ വേസ് ഇൻ വിച്ച് ദേ വേർ അറ്റ് ഫോൾ ഇൻ ദി സിറ്റുവേഷൻസ്. ഇപ്പൊ ഈ സാഹചര്യങ്ങളിൽ എപ്പോഴാണോ തെറ്റുകൾ പറ്റിയിരിക്കുന്നത്, അന്നേരം അതിനെ പറ്റി വേർ ഹാവ് യു ബീൻ സെൽഫിഷ്, എവിടെയാണ് സ്വാർത്ഥരായത്, എവിടെയാണ് ഡിസോണസ്റ്റ് ആയത്, ഓർ ഇൻകൺസിഡറേറ്റ്, പരിഗണിക്കാത്തവരെ, ഹും ഡു യു ഹർട്ട്, നമ്മൾ ആരെയാണ് ദ്രോഹിച്ചത്? ഡു യു അൺജസ്റ്റിഫൈഡ് അറൗസ് ജെർസി, അസൂയ കൊണ്ടും സസ്പീഷ്യസ് ഓർ ബിറ്റർനെസ് പെർഹാപ്സ് മോസ്റ്റ് ഉണ്ട്, വാട്ട് ഷുഡ് യു ഹാവ് ഡൺ ഇൻസ്റ്റഡ്, എന്താണ് നമ്മൾ ചെയ്തത്? അപ്പോ ഈ വിധം ഉദാത്തമായ തെളിഞ്ഞ കുടുംബജീവിതം രൂപം നൽകാൻ ഞങ്ങൾ ശ്രമിച്ചു. എല്ലാ ബന്ധങ്ങളെയും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി. ഇത് സ്വാർത്ഥപരമായിരുന്നോ? മാതൃകാപരമായ കുടുംബജീവിതം രൂപപ്പെടുത്താൻ ഞങ്ങൾ അത് ജീവിക്കാൻ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചു. സെക്സ് ദൈവം തന്നതാണെന്നും അതുകൊണ്ട് അത് നല്ലതാണെന്ന് ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു. അത് ലാഘവത്തോടെ എടുക്കാനോ സ്വാർത്ഥപരമോ അല്ല, അവജ്ഞയോടെയോ ആർത്തിയോടെയോ കാണേണ്ടതില്ല. ഗെറ്റ് ഓൾ ഓഫ് ദിസ് ഡൗൺ ഓൺ പേപ്പർ ആൻഡ് ലുക്ക് ഇറ്റ് അറ്റ്. അപ്പൊ നമ്മൾ എല്ലാം പേപ്പറിൽ എഴുതി വീണ്ടും നോക്കുകയാണ്. ബിൽ അഡ്വൈസ് ആൻഡ് ദെൻ സബ്ജക്ട് ഈച്ച് റിലേഷൻ ടു ദി ടെസ്റ്റ് ഇറ്റ് ഈസ് സെൽഫിഷ് ഓർ നോട്ട്. അപ്പൊ സ്വാർത്ഥപരമായിരുന്നോ അല്ലയോ എന്നുള്ളത്. വൺസ് ആൻഡ് ഹോണസ്റ്റ് സെൽഫ് critical evaluation of past sexual behavior has been created, it will readily inform the new perspectives needed to shape a sane and sound ideal in your future sex life. Again, prayer is the recommended way to approach this process. Ask God to mold your ideals and help you to live up to them. അപ്പോ വീണ്ടും ഞങ്ങളുടെ ജീവിത ദർശനം എങ്ങനെ രൂപപ്പെടുന്നു, അതിലേക്ക് ഞങ്ങൾ വളരേണ്ടതുണ്ട്. ഞങ്ങളുടെ തെറ്റുകൾക്ക് ഞങ്ങൾ പരിഹാരം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ നോക്കുകയും വേണം. ചുരുക്കത്തിൽ മറ്റേതൊരു പ്രശ്നവും പോലെ സെക്സും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഓരോ പ്രശ്നത്തിലും ഏതാണ് വേണ്ടതെന്ന് ഞങ്ങൾ ദൈവത്തോട് ധ്യാനിക്കുന്നു. ശരിയായ ഉത്തരം കിട്ടും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. അപ്പൊ അവിടെയും ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം പ്രാർത്ഥന അല്ലെങ്കിൽ ആസ്ക് ഗോഡ് എന്നുള്ള ഒരർത്ഥത്തിലാണ് പറയാം. വാട്ട് എവർ യുവർ ഐഡിയൽ മേ ബി, യു മസ്റ്റ് ബി വില്ലിംഗ് ടു ഗ്രോ ടു വാട്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ദർശനമെങ്കിലും നമ്മൾക്ക് വളരേണ്ടതുണ്ട്. ആൻഡ് ഇഫ് ദാറ്റ് റിക്വയർസ് മേക്കിംഗ് അമെൻഡ്സ് വെർ യു ഹാവ് ഡൺ ഹാം. അപ്പൊ നമ്മൾ അവിടേക്കാണോ നമ്മൾ ദ്രോഹിച്ചത്, അവിടെ നമ്മൾ അനുരഞ്ജനത്തിൽ ഏർപ്പെടണം. then you must be willing to do just that. If complications and questions arise, once again turn to God in meditation and ask what you should do about each specific matter. അപ്പോ വീണ്ടും നമ്മൾ ദൈവത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? ദ റൈറ്റ് ആൻസർ വിൽ കം ഇഫ് യു വാണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ശരിയായ ഉത്തരം വരും. while it may be tempting and even desirable to consult with others about this problem, ബിൽ കോഷ്യസ്. അപ്പൊ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടോ? അപ്പൊ ബില്ല് അതിനെ വാൺ ചെയ്യുന്നുണ്ട്. അതാണ് some people are so fanatical about sex as others are loose. Avoid historical thinking or advice when all else fails. Remember, God alone can judge your sex situations. അപ്പോ നമ്മുടെ ലൈംഗിക പ്രശ്നങ്ങളെ വിധിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അത് ബിൽ ഡബ്ല്യുവിന്റെ ഒരു വലിയ അഭിപ്രായമാണ്. അപ്പോൾ എയുടെ ഉള്ളിൽ, ആൽക്കോളിസംസിന്റെ ഉള്ളിൽ നമ്മുടെ അംഗങ്ങളൊക്കെ നമുക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് അവരെ വിധിക്കാനായിട്ടുള്ള ഇതില്ലെന്നാണ് ബിൽ ഡബ്ല്യു പറയാം. പക്ഷെ അന്തിമമതി ദൈവത്തിൽ നിന്നാണ് വരണം. നമുക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാം, പക്ഷെ അന്തിമ ദൈവത്തിൽ നിന്നാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ചിലർ സെക്സിന്റെ കാര്യത്തിൽ ഭ്രമിക്കുന്നവരോ മറ്റു ചിലർ യാതൊരു വ്യവസ്ഥയില്ലാത്തവരോ ആണ്. വികാരപരമായ ചിന്തയും ഉപദേശങ്ങളും ഞങ്ങൾ ഒഴിവാക്കുന്നു. വികാരപരമായ ചിന്തയും ഉപദേശങ്ങളും ഞങ്ങൾ ഒഴിവാക്കും. ആൽക്കോളിസം അനോണിമസിന്റെ അംഗങ്ങളോട് ബിൽ ഡബ്ല്യു പറയുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് സെക്സിന്റെ കാര്യത്തിൽ, വികാരപരമായ ചിന്തയും ഉപദേശങ്ങളും നമ്മൾ ഒഴിവാക്കുകയാണ്.
ബട്ട് വാട്ട് ഇഫ് ആഫ്റ്റർ ഓൾ ദിസ് ഹാർഡ് വർക്ക്, അപ്പൊ ഇത്തരം പ്രവർത്തികളെല്ലാം, കഠിനമായ പ്രവർത്തികൾ വെച്ചാൽ റിവ്യൂവിങ് യുവർ പാസ്റ്റ് ആൻഡ് ക്രിയേറ്റിംഗ് എ ന്യൂ സെക്ഷൽ ഐഡിയൽ ഫോർ ലൈഫ്, അതായത് ഒരു പുതിയ ജീവിത രീതി കണ്ടെത്തുകയാണ്. യു വിൽ സ്ലിപ്പ് ബാക്ക് ഇൻ ടു ഓൾഡ് സെക്ഷൽ ബിഹേവിയർ ആൻഡ് പാറ്റേൺസ്. നിങ്ങൾ പിന്നീട് പഴയ രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അതായത് ഒരുപക്ഷെ നാം സ്വീകരിച്ച, മലയാളത്തിലുള്ളത് വായിക്കാം, ഒരുപക്ഷെ നാം സ്വീകരിച്ച മാതൃകാ ജീവിതത്തിൽ നാം വഴുതി പോകുന്നു എന്ന് കരുതുക. ഇതിന്റെ അർത്ഥം നാം കുടിക്കുമെന്നാണോ? അതായത് വീണ്ടും നമ്മൾ പഴയ സെക്ഷൽ ലൈഫിലേക്ക്. ബട്ട് വാട്ട് ഇഫ് ആഫ്റ്റർ ഓൾ ദിസ് ഹാർഡ് വർക്ക് റിവ്യൂവിങ് യുവർ പാസ്റ്റ് ആൻഡ് ക്രിയേറ്റിംഗ് എ ന്യൂ സെക്ഷൽ ഐഡിയൽ ഫോർ ലൈഫ്, അതായത് ജീവിതത്തിൽ ഒരു മാതൃകപരമായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ യു സ്റ്റിൽ സ്ലിപ്പ് ബാക്ക്, വീണ്ടും നമ്മൾ പുറകോട്ട് പോകുമോ? ഇൻ ടു ഓൾഡ് സെക്ഷൽ ബിഹേവിയേഴ്സ് ആൻഡ് പാറ്റേൺസ്, പഴയ ആ ജീവിത രീതിയിലേക്കും പാറ്റേൺസിലേക്ക് നമ്മൾ തിരിച്ചു. ഡസ് ദിസ് മീൻസ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഡ്രങ്ക്? സം പീപ്പിൾ വിൽ ടെൽ യു സോ. ചില ആളുകൾ അങ്ങനെ പറയും. ഇതിന്റെ അർത്ഥം നാം കുടിക്കുമെന്നാണോ? ചിലർ അങ്ങനെ പറഞ്ഞേക്കാം. ഇത് അർത്ഥ സത്യം മാത്രമാണ്. ഇത് നമ്മുടെ ഉദ്ദേശത്തെയും നമ്മളെ ആശ്രയിച്ചിരിക്കുന്നു. നാം പശ്ചാത്തപിക്കുകയും നന്മയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്താൽ നമ്മൾ ക്ഷമിക്കപ്പെടുമെന്നും ഒരു പാഠം പഠിക്കുമെന്നും കരുതാം. അല്ലാത്ത പക്ഷം നാം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു തുടർന്നാൽ തീർച്ചയായും കുടിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ഇത് സമർത്ഥിക്കുകയല്ല, മറിച്ച് അനുഭവത്തിൽ നിന്ന് പഠിച്ച വസ്തുതകളാണ്. എന്താണ് ബിൽഡബ്ല്യു ആ പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത്? അതായത് വീണ്ടും ഒരാൾ സെക്ഷൽ ആയിട്ടുള്ള പഴയ രീതിയിലുള്ള പാറ്റേണിലേക്ക് പോവുകയാണെങ്കിൽ, അയാൾക്ക് കുറ്റബോധമുണ്ട് എങ്കിൽ ദൈവം അദ്ദേഹത്തിനോട് ക്ഷമിക്കും. അദ്ദേഹം വീണ്ടും ആ പാറ്റേണിൽ തുടരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു വാക്കാണ് അദ്ദേഹം പറയുന്നത്. നാം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് തുടർന്നാൽ തീർച്ചയായും കുടിക്കുക തന്നെ ചെയ്യും. ഇപ്പോ നമ്മളിപ്പോ ഇവിടെ തന്നെ വൈവാഹിക ജീവിതം നയിക്കുന്നവരാണ്. ആ വൈവാഹിക ജീവിതം നയിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് കുടിക്കുമെന്നുള്ള ഒരർത്ഥത്തിലാണ് അവിടെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഒപ്പീനിയനാണ്, സോറി, എന്റെ മാത്രം ഒപ്പീനിയനാണ്. ഓക്കെ. റാദർ ദാൻ സെക്സുവൽ ടെംപ്ടേഷൻ ത്രോ യുവർ സെൽഫ് ടു ഹാർഡർ ഇൻ ടു ഹെൽപ്പിംഗ് അതേഴ്സ്. അപ്പൊ ഫൈനലി അപ്പൊ നമ്മൾ ആദ്യം ആ ഭാഗം കഴിഞ്ഞു. വി ആർ നോട്ട് തിയറൈസിങ്. നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ തിയറി പറയുകയല്ല. ദീസ് ആർ ഫാക്ട്സ്. ഇതാണ് സത്യം. ഇതാണ് ഔട്ട് ഓഫ് അവർ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന്. ഇപ്പൊ കാരണം ആൽക്കോളിസം എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ്. എന്തുകൊണ്ടായിരിക്കാം ബിൽഡബ്ല്യു ഇവിടെ വെച്ച് നിൽക്കുന്നത്? പിന്നെ എബി താച്ചർ എന്താണ് പറഞ്ഞത്? എബി താച്ചർ പറഞ്ഞത് എനിക്ക് നല്ല ഭാര്യയും നല്ല ജോലിയും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സോബറായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഹാങ് പി എന്താണ് പറഞ്ഞത്? എന്റെ ഭാര്യയെ കൂടാതെ മറ്റൊരാളുമായിട്ട്, റൂത്ത് ഹോക്കുമായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രണയബന്ധം പുള്ളി ഉണ്ടാക്കുകയും വിവാഹിതനാകാൻ ശ്രമിക്കുകയും പിന്നീട് കുടിച്ചു പോയത് കൊണ്ട് റൂത്ത് ഹോക്ക് അതിൽ നിന്ന് പിൻവാങ്ങുകയൊക്കെ ചെയ്ത എല്ലാത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അനുഭവങ്ങളിൽ നിന്നാണ് ബിൽഡബ്ല്യു ഇത് എഴുതിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ചരിത്രകാരൻ ഇവിടെ പറയുന്നത്. അപ്പോ ഫൈനലി, if sex continues to be troublesome, the best course is to fall back on this advice. When all others measures fail, work with another alcoholic. Rather than succumbing to sexual temptation, throw it yourself harder into helping others. Think of their needs and work for them. This will take you out of yourself. It will quit the embarrassing urge when you to maintain perfect. അപ്പോൾ സെക്സിന്റെ കാര്യം സംഗ്രഹിക്കാം. യഥാർത്ഥ മാതൃകയ്ക്ക് നേർവഴിക്കായി, നൈർമല്യത്തിനായി, ശരിയായ കാര്യം ചെയ്യാനുള്ള ധൈര്യത്തിനായി പ്രാർത്ഥിക്കാം. സെക്സ് പ്രശ്നമാകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായി ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നു. ഞങ്ങൾ അവരെ സഹായിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഞങ്ങളിൽ നിന്ന് മുക്തരാക്കുന്നു. കീഴടങ്ങുന്നത് ഹൃദയവേദനയാകുമ്പോൾ ഗർഭിഷ്ഠമായ ആസക്തി ആണെന്നത് അത് തണുപ്പിക്കുന്നു. അപ്പോ ഇവിടെ ബിൽഡബ്ല്യു പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ, അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഒരു പേപ്പറിൽ പകർത്തുക, അല്ലെ? മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ ക്യാൻസർ രോഗിയെ പോലെ അവരെ കാണുക. രണ്ടാമത്തെ ഓപ്ഷൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ വീണ്ടും മറന്നുപോയി. ഓക്കെ, ഒരു മിനിറ്റ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ക്യാൻസർ രോഗിയെ പോലെ അവരോട് ക്ഷമിക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ ഭാഗം എന്താണ്, നമ്മൾക്ക് എന്താണ് തെറ്റ് പറ്റിയതെന്ന് ചിന്തിക്കുക. ഇത് തന്നെയാണ് സെക്സിന്റെ കാര്യത്തില് നമ്മൾ ആദ്യത്തെ കാര്യം അവരോട് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് ക്ഷമ കാണിക്കുക. മൂന്നാമത്തെ കാര്യത്തില്
അവരുടെ നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ റിസെന്റ്മെന്റിലും ഫിയറിലും സെക്സിലും ഒക്കെ ഈ പ്രക്രിയയാണ് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനമായി ബിൽഡബ്ല്യു സെക്സിന്റെ കാര്യം സംഗ്രഹിക്കുന്നതിന് നമുക്ക് യഥാർത്ഥ മാർഗത്തിനായി അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഫൈനലി ഇഫ് സെക്സ് കണ്ടിന്യൂ ടു ബി ട്രബിൾസം, നിങ്ങൾക്ക് വീണ്ടും കുഴപ്പമുണ്ടാക്കുകയാണ്, ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ഫാൾ ബാക്ക് ഓൺ ദിസ് സർവീസ്. അതായത് വീണ്ടും നമ്മൾ ആ ലൈംഗികപരമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് പകരം ത്രോ യുവർ സെൽഫ് ദ ഹാർഡർ ഇൻ ടു ഹെൽപ്പിംഗ് അതേഴ്സ്. അതായത് ഹെൽപ്പിംഗ് അതേഴ്സ് എന്ന് വെച്ചാൽ മറ്റുള്ള മധ്യാസക്തരുമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ പോവുക. തിങ്ക് ഓഫ് ദെയർ നീഡ്സ് ആൻഡ് വർക്ക് ഫോർ ദം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ദിസ് വിൽ ടേക്ക് യു ഔട്ട് ഓഫ് യുവർ സെൽഫ്. നിങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ അത് സഹായിക്കും. ഇറ്റ് വിൽ ക്വൈറ്റ് ദ ബോഡീസ് ആർ ജിവൻ ന്യൂ മീൻ പെർഫെക്റ്റ്. അപ്പോൾ അങ്ങനെ കീഴടങ്ങുമ്പോൾ ഈ ഹൃദയവേദന, കീഴടങ്ങുന്ന ഹൃദയവേദന, ഗർഭിഷ്ഠമായ ആസക്തി അല്ലെങ്കിൽ സെക്ഷൽ ആസക്തി അവിടെ നിന്ന് നമുക്ക് കുറയുമെന്നാണ്, അല്ലെങ്കിൽ തണുക്കുന്നു എന്നാണ് ബിൽഡബ്ല്യു അവിടെ പറയുന്നത്. ഹാവിങ് എലിമിനേറ്റഡ് ഓൾ ദിസ് ഓൾഡ് എക്സ്ക്യൂസസ് ഫോർ ഡ്രിങ്കിങ്. അപ്പോൾ ഇവിടെ ഭയത്തെക്കുറിച്ചും നീരസതയെക്കുറിച്ചും സെക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാം ഓൾഡ് എക്സ്ക്യൂസസ് ആണ്, അതായത് പഴയ ന്യായീകരണങ്ങളാണ് എല്ലാം പറഞ്ഞതിന് ശേഷം ഇറ്റ് മേക്സ് നോ സെൻസ് ഫോർ ദ ആൽക്കോളിക് ടു കണ്ടിന്യൂ സബോട്ടേജിങ് ഹിസ് ലൈഫ് ആൻഡ് ഹാപ്പിനെസ് വിത്ത് ഫൂളിഷ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് സെക്ഷൽ ബിഹേവിയർ. അപ്പം അപ്പൊ അവിടെ എന്താണ്, അപ്പൊ ഈ പറയുന്ന പഴയ ജീവിതത്തെക്കുറിച്ചും അസന്തുഷ്ടമായ ജീവിതത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും നമ്മൾ സെക്ഷൽ ബിഹേവിയറിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ്? അത് മണ്ടത്തരമാണ്. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, സന്തോഷം നശിപ്പിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇൻസ്റ്റഡ് ബിൽ admonishes him to get right with God and begin to actually live with the sane and sound sexual ideal he has formulated for himself. An alcoholic must do this or he is likely to drink again. അപ്പോ ഇങ്ങനെ ഒരു ദൈവത്തിലുള്ള ആശ്രയത്വം കൊണ്ടും മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തിക്കുന്നതിലൂടെ ഈ ആസക്തി എന്നുള്ള ശമനം കൊണ്ടും ഒക്കെ ആളുകൾ മാറിക്കഴിയുമ്പോൾ അവർക്ക് എന്താണ്, ദൈവത്തിന്റെ വഴി ശരിയായി മനസ്സിലാക്കാനും ജീവിക്കാനും. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ആൽക്കഹോളിക്ക് മസ്റ്റായിട്ടും കുടിക്കുമെന്നാണ് അദ്ദേഹം അവിടെ വിവരിക്കാനായിട്ട്. ആൻ ആൽക്കഹോൾ മസ്റ്റ് ഡു ദിസ് ഓർ ഈസ് ലൈക്ലി ടു ഡ്രിങ്ക് അഗൈൻ. ഇത്തരം പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും കുടിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് in the concluding to ഒരു പാരഗ്രാഫ് ഉള്ള, അപ്പൊ അതും കൂടി തീർത്തിട്ട് നമുക്ക് നിർത്താം. ഇൻ ദ കൺക്ലൂഡിംഗ് ടു പാരഗ്രാഫ് ഓഫ് ചാപ്റ്റർ 5, അപ്പൊ ചാപ്റ്റർ 5ന്റെ 2 പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യുന്ന വിൽസൺ പ്രൊവൈഡ് എ റീക്യാപ്പ് ഓഫ് ദ 4th സ്റ്റെപ്പ് ആക്ഷൻസ്. 4ാമത്തെ പടിയുടെ ഒരു പുനർവിചിന്തനം കൂടി നടത്താൻ. നോട്ടിംഗ് ദാറ്റ് ഇഫ് യു ഹാവ് ബീൻ ത്രൂ അബൌട്ട് യുവർ പേഴ്സണൽ ഇൻവെന്ററി യു ഹാവ് റിട്ടൺ ഡൗൺ എ ലോട്ട് ഓഫ് ബൈ ദിസ് ടൈം. അപ്പൊ ഈ ഞങ്ങൾ വ്യക്തിപരമായ വിലയിരുത്തൽ നടത്തി കഴിഞ്ഞു. ഒരുപാട് ഞങ്ങൾ പകർത്തി എഴുതി. ഞങ്ങളുടെ അമർഷങ്ങൾ ഞങ്ങൾ പട്ടികയാക്കി സൂക്ഷ്മ പരിശോധന നടത്തി. ഞങ്ങൾ അതിന്റെ നന്മതിന്മകൾ അപഗ്രഥിച്ചു. ഞങ്ങൾ അതിന്റെ ഭയാനകമായ വിനാശഭാവം കണ്ടു. ഞങ്ങൾ എല്ലാവരുടെയും സഹിഷ്ണുതയോടും ക്ഷമയോടും സന്മനോഭാവത്തോടും സമീപിക്കാൻ പഠിച്ചു തുടങ്ങി. ഞങ്ങളുടെ ശത്രുക്കളോട് പോലും, കാരണം അവർ സുഖമില്ലാത്തവരാണ്. ഞങ്ങളുടെ സ്വഭാവം കൊണ്ട് ഉപദ്രവമുണ്ടായവരുടെ പട്ടിക തയ്യാറാക്കി കഴിയുമെങ്കിൽ കഴിഞ്ഞ കാലം പോലും തിരുത്താൻ ഞങ്ങൾ തയ്യാറുള്ളവരായി. അപ്പോൾ എന്താണ് പറയാം ഇന്ന കൺക്ലൂഡിംഗ് പാരഗ്രാഫില്, ഇഫ് യു ഹാവ് ബീൻ ത്രൂ ഔട്ട് അബൌട്ട് യുവർ പേഴ്സണൽ ഇൻവെന്ററി. അപ്പൊ പേഴ്സണൽ ഇൻവെന്ററി എടുത്ത് കഴിയുമ്പോൾ യു ഹാവ് റിട്ടൺ ഡൗൺ എ ലോട്ട് ഓഫ് ബൈ ദിസ് ടൈം. ഈ സമയത്ത് ഒരുപാട് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹി ദ ലിസ്റ്റ് സെവറൽ പ്രാക്ടിക്കൽ ബെനിഫിറ്റ് ദാറ്റ് ഷുഡ് റിസൾട്ട് ഫ്രം ദിസ് എഫേർട്ട്. ദ ലാസ്റ്റ് ഓഫ് ദിസ് യു ഹാവ് ലിസ്റ്റഡ് ദ പീപ്പിൾ യു ഹാവ് ഹർട്ട് ബൈ യുവർ കണ്ടക്ട് ആൻഡ് യു ആർ വില്ലിംഗ് ടു സ്ട്രൈറ്റൻ ഓഫ് ദിസ് പാസ്റ്റ് ഇഫ് യു ക്യാൻ. നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മൾ മറ്റുള്ള ഉപദ്രവിച്ചവരെ കണ്ടുപിടിക്കുന്നു. അപ്പൊ നമ്മൾ ഈ സ്വഭാവത്തെ മാറ്റാൻ തയ്യാറാവുന്നു. ഈസ് എ സ്ട്രോങ് ഫോർ ഷാഡോയിങ് ഓഫ് ദ 8th സ്റ്റെപ്പ്. അപ്പൊ അവിടെ നമുക്ക് അവിടെയാണ് 8ാമത്തെ പടിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. വിച്ച് വിൽ ബി അഡ്രസ്ഡ് ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഇത് അടുത്ത ചാപ്റ്ററിൽ വിവരിച്ചിട്ടുണ്ട്. ഫൈനലി വിൽ റിമൈൻസ് ദ റീഡർ. വീണ്ടും വായനക്കാരനെ ഓർമ്മിപ്പിക്കുകയാണ്. ദ ഫൗണ്ടേഷണൽ ട്രൂത്ത് ദാറ്റ് അണ്ടർലൈൻസ് ഓഫ് ഓൾ ദിസ് എഫേർട്ട്. അപ്പോൾ വീണ്ടും പറയാണ്, ഞങ്ങൾക്ക് സ്വയം കഴിയാതിരുന്നത് വിശ്വാസം കൊണ്ട് കഴിഞ്ഞു എന്ന് ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. സ്വന്തം ഇച്ഛാശക്തി ദൈവത്തിനും നിങ്ങൾക്കും ഇടയിൽ തടസ്സം നിന്നാലും ദൈവത്തിന് അത് മാറ്റാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും. നിങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മൊത്തം വൈകല്യങ്ങളെ കുറിച്ച് ആത്മപരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു നല്ല തുടക്കം നടത്തി കഴിഞ്ഞു. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സംബന്ധിക്കുന്ന സത്യത്തിന്റെ സിംഹഭാവം നിങ്ങൾ വിഴുങ്ങുകയും അത് ദഹിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് അതാണ്
Finally, Bill reminds the reader, വീണ്ടും വായനക്കാരൻ ഓർമ്മിക്കുകയാണ്, to the foundation truth that underlines all of this effort, namely that God did for us what he could for ourselves. നമുക്ക് എന്തുവാണ് ചെയ്തു തന്നത്, ദൈവം ചെയ്തു തന്നത്, എന്താണ് ചെയ്തു തരുന്നത്, ആൻഡ് ഹോപ്സ് ദാറ്റ് ബൈ നൗ ദ റീഡർ ഈസ് കൺവിൻസ്ഡ് ഓഫ് ദ ട്രൂത്ത് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിന്റെ സത്യം എന്താണെന്ന് മനസ്സിലായി. He then briefly reviews the work just done and concludes by congratulating the reader on having made a good beginning by becoming more honest. അപ്പൊ സത്യസന്ധമായിട്ട് വായനക്കാരന് ഇത് ചെയ്തതിൽ അവൻ കൺഗ്രാജുലേറ്റ് ചെയ്യണം ആ പാരഗ്രാഫിൽ, വിത്ത് ഹിംസെൽഫ് അബൌട്ട് ഹിംസെൽഫ്, അവനെ കുറിച്ചും അവന്റെ പ്രവൃത്തിയെ കുറിച്ചും. വിൽസൺ then closes the chapter with a question meant to draw the reader directly into the next one. Having come the fear, he asks, are you willing to go on? അപ്പോൾ നിങ്ങൾ പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭാഗം അവസാനിക്കുക. അപ്പം അടുത്തത് എന്താണ്? ഇൻടു ആക്ഷൻ ആണ് അല്ലെ. ഇൻടു ആക്ഷൻ അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. അതിനകത്ത് സ്റ്റെപ്പ് 5 through 11, അതായത് 5ാമത്തെ പടി മുതൽ 11ാമത്തെ പടി വരെയാണ് ഇൻടു ആക്ഷനിൽ വിവരിക്കുന്നത്. നമുക്കത് അടുത്ത ആഴ്ച സംസാരിക്കാം. ഇന്ന് തന്നെ കേട്ടിരിക്കുകയും ചെയ്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.